ഹല്ലേലൂയ. ജേക്കബ് റിവൈവ്ഡ്. അവൻ വീണ്ടും ഉണർത്തപ്പെട്ടു. ഇന്ന് കർത്താവ് എന്നോട് ആ ദൂതനെ പറഞ്ഞ, ചിലർ എവിടെയൊക്കെയോ തളർന്നു പോയി, ചിലർ എവിടെയൊക്കെയോ ക്ഷീണിച്ചു പോയി. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. നിന്നെ ഇങ്ങനെ വിടാൻ ദൈവത്തിന് പദ്ധതിയില്ല. അടുത്തൊരു കാര്യം, നിന്നെ ഇങ്ങനെ ആക്കിയ ചില കള്ളത്തരങ്ങളുണ്ട്. ദൈവം അതിനെ പൊളിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ദൂതിതാണ്, ചില കള്ളത്തരങ്ങളെ ദൈവം പൊളിക്കാൻ പോകുകയാണ്. നിന്റെ കുടുംബത്തെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ തലമുറയെ, നിന്റെ മുൻപോട്ടുള്ള ചുവടുകളെ, നിന്റെ ദർശനത്തെയൊക്കെ ചില കള്ളങ്ങൾ മെനഞ്ഞ്, ചില കള്ളങ്ങൾ പറഞ്ഞ് അതിലൂടെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞു. ഇനി സത്യത്തിൻ്റെ കാലമാണ്. സത്യം വിജയിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ സത്യങ്ങൾ നടക്കും, സത്യങ്ങൾ വെളിപ്പെടും, കള്ളങ്ങൾ പൊളിയാൻ പോകുകയാണ്. ഇന്ന് തികഞ്ഞ പരിശുദ്ധാത്മ നിയോഗത്തോടെയാണ് ഞാൻ ഈ വചനം പറയുന്നത്. ഇന്ന് ഇതിനകത്ത് ഭയങ്കര ഉയർത്തെഴുന്നേൽപ്പുകൾ ഉണ്ടാകും. ഇതിനകത്ത് ഭയങ്കരമായി ചിലർ വീണ്ടും ദൈവശക്തിയുടെ ഭാഗത്തേക്ക് നടത്തപ്പെടും. അതെനിക്ക് ഉറപ്പാണ്. ഈ വചനം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അതിൻ്റെ ഒരു ഭാഗം ദൈവം എന്നിലേക്കും അയക്കും എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. അല്ല, ഞാനത് സ്വീകരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പോരാട്ടങ്ങൾ നടത്തിയ മനുഷ്യനാണ് യാക്കോബ്. പോരാടി 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 ജീവിതത്തിൽ ഒരു ജയത്തിലേക്ക് എത്തിയ മനുഷ്യനാണ്. ഹല്ലേലൂയ. പോരാട്ടങ്ങളുടെ ഒരു ജീവിതം. ജനിച്ചപ്പോൾ മുതൽ പോരാട്ടമാണ്. അല്ല, അമ്മയുടെ ഉദരത്തിൽ വെച്ച് ആ പോരാട്ടം തുടങ്ങി. പ്രൈസ് ഗോഡ്. അവൻ അവിടുന്ന് പോരാടി ഇറങ്ങി വന്നതാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, അവൻ ജ്യേഷ്ഠാവകാശം പോരാടി വാങ്ങിയതാണ്. അവൻ അപ്പൻ്റെ അനുഗ്രഹം പോരാടി വാങ്ങിയതാണ്. ഹല്ലേലൂയ. അതിലൊക്കെ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. പക്ഷേ അതിൻ്റെ പിന്നിലേക്ക് നോക്കിയാൽ അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അവനെ ജ്യേഷ്ഠാവകാശം വാങ്ങാനും അവൻ്റെ അപ്പൻ്റെ അനുഗ്രഹങ്ങളെ വാങ്ങാനും സഹായിച്ചത് അവൻ്റെ അമ്മയാണ്. എന്തുകൊണ്ട് അമ്മ അങ്ങനെ അവനെ സഹായിച്ചു? അമ്മ കേട്ടൊരു ദൈവശബ്ദം. ഗ്ലോറി ടു ഗോഡ്. അമ്മ കേട്ടൊരു ദൈവശബ്ദം. ഞാൻ ഇതിനകത്ത് പറയാം, ചിലർ ഓർക്കും ഈ അമ്മ കള്ളത്തരം കാണിച്ചത് അല്ല, യാക്കോബ് കള്ളത്തരം കാണിച്ച അല്ല, മറിച്ച് അവൾ അവിടെ വയറ്റിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ വേദനയിൽ ഒരു ഡോക്ടറെ കാണാൻ പോയില്ല, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ തയ്യാറായി. ദൈവത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ ഉദരത്തിനകത്ത് 2 ജാതികളാണ് വളരുന്നത്. അതിൽ ഇളയവൻ, ആമേൻ ആമേൻ ആമേൻ, മൂത്തവൻ ഇളയവനെ സേവിക്കും. ആമേൻ. ഇളയവൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകും. അവൾ ആ ശബ്ദം കേട്ടതുകൊണ്ട് അന്നു മുതൽ അവളെ ഒന്നാമനാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, തലമുറകളെ കുറിച്ചുള്ള ദൈവ പദ്ധതികളെ അറിയുവാൻ മാതാവേ നീ തയ്യാറാകുകയും അത് തിരിച്ചറിഞ്ഞ് നിന്റെ തലമുറയെ ആ ലെവലിൽ വളർത്താൻ നീ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആത്മാവിലൊരു ദൂത് പറയുന്നു. നിന്റെ തലമുറയെക്കുറിച്ചൊരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയെക്കുറിച്ചൊരു ദൈവഹിതമുണ്ടെങ്കിൽ അതിന് ഒത്തവണ്ണം വഴികളെ തിരിച്ചുവിടാൻ നീ തയ്യാറാകണമെന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു. കൈ ഒന്ന് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ചില തലമുറകളെ കുറിച്ചുള്ള ഭാവി പദ്ധതികളെ ദൈവം നിന്നെ അറിയിക്കാൻ പോകുകയാണ്. അല്ല, നിന്റെ തലമുറ എവിടെ എത്തുമെന്നും എന്താകുമെന്നും ആരാകുമെന്നും നിന്നോട് ദൈവം അറിയിക്കാൻ പോകുന്നു. ഇന്ന് ആ ദൂത് വിശ്വസിക്കുകയാണെങ്കിൽ തലമുറയെക്കുറിച്ചുള്ള സംഘർഷങ്ങൾ ആമേൻ ഇന്ന് പകൽ മാറുകയാണ്. ഹല്ലേലൂയ. ഹാഗാറിനോട് നിന്റെ തലമുറ എന്താകുമെന്ന് പറഞ്ഞ ദൈവം, ആമേൻ ഹന്നയോട് നിന്റെ തലമുറ എന്താകുമെന്ന് പറഞ്ഞ ദൈവം അതേ ദൈവമാണ് നിന്റെ ദൈവം. ഒത്തിരി പോരാടി ജീവിതം നയിച്ചൊരു മനുഷ്യനാണ് യാക്കോബ്. അമ്മയുടെ ഉദരത്തിൽ പോരാടി,
ജ്യേഷ്ഠനോട് പോരാടി, അപ്പനിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയെടുത്തു. വഴിയാത്രകളിൽ ഒറ്റപ്പെട്ടുള്ള യാത്ര. ആ യാത്രയിൽ ലാബാൻ്റെ വീട്ടിലെത്തുന്നു. അവിടെയും നീണ്ട വർഷങ്ങൾ പോരാട്ടങ്ങളാണ്. ആമേൻ. ആ പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പോരാട്ടവുമായി അവിടെ നിന്ന് ഇറങ്ങി വഴിയാത്രയിൽ എത്തുമ്പോൾ തകർക്കാൻ ഏശാവ് വരുന്നു. പുറകിൽ നിന്ന് ലാബാൻ വരുന്നു. അവിടെയും അവൻ പ്രാർത്ഥന മുറിയിൽ പോരാടി അവനൊരു അഡ്രസ് ഉണ്ടാക്കി. നിന്റെ അഡ്രസ് പ്രാർത്ഥന മുറിയിൽ നിന്നുണ്ടാകട്ടെ. ദൈവം ചിലർക്ക് അഡ്രസ് തരാൻ പോവുക കേട്ടോ. ഒന്ന് കൈ ഉയർത്തി ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. നീ പ്രാർത്ഥന മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നിനക്ക് പുതിയൊരു അഡ്രസ് ഉണ്ടാകും. ഹല്ലേലൂയ. അവൻ മനുഷ്യരോട് പോരാടി, ദൈവത്തോട് പോരാടി. അവിടെ അവൻ പോരാടി യാക്കോബായവൻ ഇസ്രായേലായി മാറ്റപ്പെട്ടു. നമ്മൾ ചിന്തിക്കും എല്ലാം അവസാനിച്ചെന്ന് തോന്നുകയാണ്. അവന് മനസ്സിലായി തന്നെക്കുറിച്ചൊരു വലിയ ദൈവ പദ്ധതിയുടെ ആ ഭാഗത്തേക്ക് താൻ എത്തിയിരിക്കുക. ആ ദൈവഭാഗത്തേക്ക് താൻ എത്തി എല്ലാം ഓക്കെയാണെന്ന് ചിന്തിച്ച് ഒരു ശാന്തതയുള്ള ജീവിതം നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം താൻ കേട്ട വാർത്ത, താൻ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ഒരൊറ്റ വാർത്ത ഇസ്രായേലായിരുന്നവൻ യാക്കോബിലേക്ക് അതമ്പതിച്ചു. തുടർന്നുള്ള ചില കാലഘട്ടം നോക്കിയാൽ ഇവൻ ഇസ്രായേലായിട്ടല്ല തുടരുന്നേ, അവനൊരു യാക്കോബായിട്ടാണ് തുടരുന്നേ. പക്ഷെ അവൻ ഒരു ദൈവപദ്ധതിയുടെ ഭാഗമാണെന്ന് അവൻ അറിയാം. ഈ യോസേഫിന്റെ നഷ്ടം മുതൽ ഇദ്ദേഹത്തിന് ഇവന് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. അദ്ദേഹം പറയുന്ന വാക്ക്, എൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും എന്ന് പറഞ്ഞാൽ താൻ എന്തിനു വന്നു, എന്തിന് ജീവിച്ചു, എന്തിന് പോരാടി, തന്നെക്കുറിച്ചുള്ള ദർശനം എന്താ, തന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ, ഇതെല്ലാം താൻ മറന്ന് എങ്ങനെയെങ്കിലും തള്ളി നീക്കുന്നൊരു ജീവിതം, എങ്ങനെയെങ്കിലും ഇതൊന്ന് പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞ് രാത്രിയാകുമ്പോൾ രാവാകാനും, രാത്രിയാകുമ്പോൾ പകലാകാനും, പകലാകുമ്പോൾ രാത്രിയാകാനും തള്ളി നീക്കുന്ന ഒരു ജീവിതം. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ ഈ വചനത്തിലൂടെ വിവേചിക്കുകയാണ്. നിന്റെ മേലുള്ള വിളിയും നിന്റെ മേലുള്ള തിരഞ്ഞെടുപ്പും നിന്റെ മേലുള്ള ദൈവനിർണയവും വലുതാണ് സഹോദര, സഹോദരി. നീ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിതത്തെ ഉന്തിത്തള്ളി നീക്കേണ്ടവനല്ല. ഇതിനൊരു സ്റ്റോപ്പ് വരാൻ പോകുകയാണ്. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ വിടരുത്. ഒരു അഭിഷക്തന്മാരും ഈ ദൂത് വിടരുത്, ഒരു കുടുംബവും ഈ ദൂത് വിടരുത്. ഇന്ന് ഈ ദൂത് നിങ്ങളുടേതാക്കി മാറ്റിക്കോണം. ഈ ദൂതിനകത്ത് ചില അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ഞാൻ ഇന്നിവിടെ പ്രീച്ച് ചെയ്യുന്നത്. പ്രസംഗിക്കുകയല്ല, ഞാൻ നിങ്ങളോട് പ്രവചിക്കുകയാണ്. ഇവൻ ഇങ്ങനെ തള്ളി നീക്കുക. അവൻ എന്തോ ഒരു സത്യത്തിൽ ലോകം പറഞ്ഞ, മക്കൾ പറഞ്ഞ, പ്രിയപ്പെട്ടവർ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഉറച്ച് അവൻ തൻ്റെ ജീവിതം അവസാനിക്കാനിരിക്കുക. ഞാൻ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന് തെളിയാൻ പോകുന്ന ദിനങ്ങൾ വരുന്നു. ആമേൻ പറഞ്ഞില്ല. നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന്, നിനക്കിനി മുൻപോട്ട് ജീവിക്കാൻ കഴിയത്തില്ലെന്ന് നീ വിശ്വസിക്കുന്ന ചിലത് കള്ളമാണെന്ന്, നിന്റെ ശരീരത്തിൽ തുടരുന്ന ഈ രോഗം നിന്നെ തകർക്കുമെന്ന് പറയുന്നത് കള്ളമാണെന്ന്, നിന്റെ തലമുറകൾ തീരുമെന്ന് നീ വിശ്വസിക്കുന്ന പലതും കള്ളമാണെന്ന്, ഈ കടക്കണിയിൽ നീ മുങ്ങിപ്പോകുമെന്ന് നീ വിശ്വസിക്കുന്നത് കള്ളമാണെന്ന്,
ഓ, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഈ പ്രശ്നം എൻ്റെ കുടുംബത്തെ തകർക്കുമെന്ന് നീ വിശ്വസിക്കുന്നത് കള്ളമാണെന്ന് പറയുന്ന, നിന്റെ കുടുംബത്തിൽ ആഞ്ഞടിക്കുന്ന ചില പ്രശ്നങ്ങൾ നിന്നെ തീർക്കുമെന്നും നീ ഒരു അപമാന പാത്രമാകുമെന്നും വിശ്വസിക്കുന്നത് കള്ളമാണെന്നും ദൈവം തെളിയിക്കുന്ന ദിനങ്ങളാണ്. യേശുവിൻ്റെ നാമത്തിൽ, ഓ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദർശനത്തിനും നിന്റെ അഭിഷേകത്തിനും നിന്റെ നിയോഗത്തിനും വിരോധമായി പൊങ്ങി നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിന് മുമ്പിൽ പൊളിച്ചു കളയുകയാണ്. കരങ്ങൾ അടിച്ചാത്മാവിൽ ഒന്ന് സ്തോത്രം ചെയ്തോ. ഇത് മറ്റാരോടാണ് ഉള്ള ദൂതാണെന്ന് ഓർത്ത് നീ ഇരിക്കും, പക്ഷെ നീ ഓർത്ത് നിന്നോടാണ് ഈ ദൂത്. ഇതൊരു കള്ളമാണ്. ഇവനെ ഇങ്ങനെ ആക്കിയതിന് ഒരു കള്ളത്തിന്റെ കെറോഫില. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ ജോസഫ് അയച്ച രഥങ്ങൾ കണ്ട് അവൻ ചൈതന്യം പ്രാപിച്ചു. ആമേൻ പറയാൻ പറ്റുമോ? ചൈതന്യം പ്രാപിച്ചു. നിങ്ങൾ അടുത്ത വാക്ക് കേട്ടാൽ ഇങ്ങനെ പറയും. അവൻ പറയുന്നു, ഞാൻ എഴുന്നേൽക്കും, ഞാൻ ജോസഫിനെ കാണുമെന്ന് യാക്കോബ് പറഞ്ഞെന്നല്ല, ഇസ്രായേൽ പറഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, യാക്കോബിന്റെ വാക്കുകൾ നിൽക്കാൻ പോകുകയാണ്, ഇസ്രായേൽ സംസാരിക്കാൻ പോകുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ അകത്തെ വാക്തത്വ മനുഷ്യൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. നിന്റെ അകത്തെ വാക്തത്വ മനുഷ്യൻ ചിലത് സംസാരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി രാമേൻ പറഞ്ഞാട്ടെ. തളർന്നുപോയ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പ്രശ്നങ്ങളിൽ വീണുപോയ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇന്നലകളിൽ മെനഞ്ഞ ചില കള്ളക്കഥകൾ നിമിത്തം നിന്റെ ഉണർവും നിന്റെ അഭിഷേകവും നിന്റെ ശുശ്രൂഷയും നിന്റെ കുടുംബത്തിൻ്റെ പ്രതാപവും തകർത്ത് കളഞ്ഞ് നിന്നെ ഒരു കോണിൽ ഒതുക്കിയ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന ചില കള്ളങ്ങളുടെ കാലഘട്ടം അവസാനിക്കാൻ പോകുന്നു. ഇനി അടുത്തൊരു കാലഘട്ടം ദൈവം നിനക്കായി തുറക്കുകയാണ്. എന്തിനു വേണ്ടി? നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ ഏൽപ്പിച്ച നിയോഗം ചെയ്യാൻ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. എല്ലാവരും കരം അടിച്ചൊരാമയും പറഞ്ഞാട്ടെ. ഇതിന്റെ അകത്ത് ദൂതിത്രയുള്ളൂ. ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. ഒന്നുകൂടെ പറയാം, ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. ഇങ്ങനെ നിന്റെ ജീവിതം തീരത്തില്ല. കരഞ്ഞും കൂകിയും നിലവിളിച്ചും മാറത്തടിച്ചും നിരാശകൾ പറഞ്ഞും ദുഃഖം പറഞ്ഞും നരകം കണ്ടും പാതാളം പറഞ്ഞും നിന്റെ ജീവിതം തീരത്തില്ല. നീ അനുഗ്രഹിച്ചും നീ പ്രവചിച്ചും നീ ദൈവദർശനം പറഞ്ഞും മാത്രമേ ഈ ഉലകത്തിൽ നിന്ന് പോകത്തുള്ളൂ. ദൈവം നിന്നെ ദർശനത്തിലേക്ക് തിരിക്കാൻ പോകുകയാണ്. Oh Jesus. ഇതിനകത്തൊരു വലിയ ദൂത് പറയാം. ഹല്ലേലൂയ. ഒരു വലിയ ദൈവശബ്ദം പറയാം. ആ ദൂത് ഇതാണ്: നിനക്കൊരു ഗോൾഡൻ ടൈം ദൈവം തരും. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ കൈകളെ ഉയർത്തി ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഒരു ഗോൾഡൻ ടൈം നിനക്ക് ദൈവം തരും. മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഇവിടെ. ഇവിടെ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ. എന്തിന്? എന്തിന്? നിന്നെ ഏൽപ്പിച്ച ദർശനം പൂർത്തീകരിക്കാൻ. കൈ ഉയർത്തി രാമേ പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച, ഉറക്കെ പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച ദർശനം പൂർത്തീകരിക്കാൻ. നീ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും അനുഗ്രഹത്തോടെയും ഇരുന്നു കൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിന്നെ ഒരുക്കുമെന്നൊരു ദൂത് പറഞ്ഞാൽ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ പറ്റും? പിശാചിന്റെ ഒരു ചതി ഇന്ന് പൊളിയട്ടെ. ആമേൻ പറഞ്ഞാട്ടെ. അതെന്താ? നിനക്കൊരു ദർശനമുണ്ട്. കേട്ടില്ല? നിന്നിലൂടെ ദൈവം ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം നീ ദൈവത്തിൻ്റെ ഒരു അസൈൻമെന്റുമായി വന്ന വ്യക്തിയാ. നിന്നിലൂടെ ദൈവത്തിന് ഒരു വലിയ അസൈൻമെന്റ് ചെയ്യാനുണ്ട്.
ദൈവം ചെയ്യേണ്ട കാര്യം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് ദർശനം, ശുശ്രൂഷ. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ വാക്കാവർത്തിക്കാം. ദൈവം ചെയ്യേണ്ട ഒരു കാര്യം നിന്നക്ക് കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതിൻ്റെ പേരാണ് മിനിസ്ട്രി, ദർശനം. ഞാൻ അതിനൊരു ദൂത് പറയാം. അത് ചെയ്യാൻ ദൈവം നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കും. അതിനുവേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും, അതിനുവേണ്ടി അടയാളങ്ങൾ ചെയ്യും, അതിനുവേണ്ടി ചെങ്കടൽ പിളർക്കും, അതിനുവേണ്ടി യോർദാൻ വറ്റിക്കും, അതിനുവേണ്ടി എരിഹോവിനെ ഇടിക്കും, അതിനുവേണ്ടി മന്ന ഇറക്കും, അതിനുവേണ്ടി കാടയെ പറത്തും, അതിനുവേണ്ടി അവൻ സൂര്യനെ നിർത്തും, അതിനുവേണ്ടി ചന്ദ്രനെ നിർത്തും. കാരണം നിനക്കൊരു ദർശനമുണ്ട്. അതിന് വിരോധമായി ഇളകി മറിയുന്ന കാറ്റുകളെ അടക്കും, കടലുകളെ ശാന്തമാക്കും. നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടക്കും. കാരണം നീ ഒരു ദർശനമുള്ളവനാണ്. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. നീ സ്വസ്ഥതയോടെ സമാധാനത്തോടെ അതിലേക്ക് കയറാൻ പോകുകയാണ്. എൻ്റെ ജീവിതം ഇങ്ങനെ തീരൂ, എൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കൂ എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിച്ചോ, എനിക്കങ്ങനെ ജീവിക്കാൻ മനസ്സില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതം തീരുവെന്ന് തെളിയിക്കുന്ന 10 വാക്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതെടുത്തോ. പക്ഷെ എനിക്ക് ബലം തരുന്ന 3 വാക്യമുണ്ട്, അത് ഞാൻ എടുത്തോളാം. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. ചില വചനത്തെ അങ്ങ് കയറി അങ്ങ് പിടിച്ചോണം, അതിനെ വലിച്ചിറക്കിക്കോണം. ഗ്ലോറി. അത് എൻ്റേതാന്ന് പറഞ്ഞോണം. യൂദാ കെട്ട് ഞാൻ വീണ് ചത്തു, അത് അവൻ്റേതാ, അത് എൻ്റേതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ആ വാക്ക് പറയുന്നു, നിനക്കൊരു ഗോൾഡൻ ടൈം ദൈവം തരും. പറ്റുമെങ്കിൽ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തതെന്ന് പറഞ്ഞു. ഒരു ഗോൾഡൻ ടൈം പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം നിനക്ക് തരും. എന്തിന്? നിന്നെ ഏൽപ്പിച്ച മിഷൻ പൂർത്തീകരിക്കാൻ, നിന്നെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ അസൈൻമെന്റ് പൂർത്തീകരിക്കാൻ. അതിന് നീ ആരോഗ്യത്തോടെ വേണം, അതിന് നീ ധൈര്യത്തോടെ വേണം, അതിന് നീ രാജാവിനെ പോലെ വേണം. കൈ ഉയർത്തി ആമേൻ പറയാൻ പറ്റുന്നവർ ചേർന്നൊരു ആമേൻ പറ. ദൈവം ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നീ ഒരു രാജാവിനെ പോലെ വേണമെന്ന് ദൈവം പറയുന്നു. ഒരു അധികാരിയെ പോലെ വേണമെന്ന് ദൈവം പറയുന്നു. ഇന്ന് അതുകൊണ്ട് അതിനു വേണ്ടി നിന്റെ ദർശനത്തെ പൂർത്തീകരിക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം നിന്റെ മുമ്പിലേക്ക് ദൈവം ഇങ്ങനെ ഒരുക്കി തരാൻ പോകുകയാണ്. കൈ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇങ്ങനെ നീറി തീരത്തില്ല നിന്റെ ജീവിതം. തലമുറയുടെ പ്രശ്നം, കുടുംബത്തിൻ്റെ പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം, ഇതിനകത്ത് അടിച്ച് തീരത്തില്ല നിന്റെ ജീവിതം. നീ സ്വസ്ഥതയോടെയും സമാധാനത്തോടെ ഇരുന്ന് ദൈവപ്രവൃത്തി കണ്ട് അതിനെ പൂർത്തീകരിച്ചിട്ടേ നീ മരിക്കത്തുള്ളൂ. കൈകളെ ഉയർത്തി ആമേൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ നാളിൽ നിനക്ക് വന്ന അനർത്ഥത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, പെടുമരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആമേൻ, അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടത്, ആമേൻ ആമേൻ, പലവിധ വൈറസ് രോഗത്തിൽ നിന്നും നീ രക്ഷപ്പെട്ടത്. എന്തോ ഒരു അസൈൻമെന്റ്, ഏതോ ഒരു വലിയ ദർശനം നിനക്ക് ദൈവം ശേഷിച്ചിരിക്കുന്നു. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ. കൈ ഉയർത്തി പറ, ഞാനത് സ്വീകരിക്കുന്നു. The mighty name of Jesus. തുടരും. കർത്താവ് ഇടപെടും, ആഴത്തിലിടപെടും. ചിലതെല്ലാം പൊളിയാൻ പോകുക. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗോൾഡൻ ടൈം. ഇപ്പം ഞാൻ ഓർത്തത് അങ്ങനെയൊന്നും ഇല്ലെന്നാ ഓർത്തെ. ഇങ്ങനെ പ്രശ്നങ്ങളിൽ ഇങ്ങനെ അടിച്ച് തല്ലിയ ജീവിതം തീരത്തുള്ളതാണ്. ഇതൊക്കെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങളോട് സംസാരിക്കുന്ന കേട്ടോ. ഞങ്ങളോട് സംസാരിക്കാത്ത ഒരു ദൂതും നിങ്ങളോട് സംസാരിക്കത്തില്ല. ഞങ്ങൾക്ക് ജീവനാകാത്ത ഒരു വചനവും നിങ്ങൾക്ക് തരത്തില്ല. ഞങ്ങൾക്ക് ജീവനായത് നിങ്ങൾക്ക് തരുമ്പോഴാണ് അത് ജീവിപ്പിക്കുന്നത്.
അല്ലാതെ ഒരു പുസ്തകം നോക്കിയിട്ട് വടി എന്നൊരു പേരിട്ടിട്ട് ആ പ്രസംഗം മൊത്തം തീർക്കുകയല്ല ഇവിടെ. ചെരുപ്പ് അതൊന്നും അല്ല, അതിനൊക്കെ വേറെ ആൾക്കാരുണ്ട്. നമ്മളെ അതിനൊന്നും കിട്ടത്തില്ല. ജനത്തിനുള്ള ദൈവശബ്ദം തരുന്നത് നിങ്ങൾക്ക് തരികയാ. അതുകൊണ്ട് ഈ ദൂതിനകത്ത് നിങ്ങൾ ചാടി എഴുന്നേറ്റിരിക്കും, ഉറപ്പാ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ സെക്കൻഡുകൾ കൊണ്ട് മാറിയിരിക്കും. നിന്റെ അന്തരീക്ഷങ്ങൾ തിരിയും, നിന്റെ സാഹചര്യങ്ങൾ തിരിയും. നീ യോഗത്തിന് കയറി വന്നതുപോലെ ഇറങ്ങിപ്പോകത്തില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അല്ല, അത്ഭുതങ്ങൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ ഭാവിയിലും ദൈവം ചെയ്തിരിക്കും. നമ്മൾ പലപ്പോഴും ഒത്തിരി പേർ കേൾക്കുന്നതാണല്ലോ വിശ്വസിക്കുന്നത്, വചനമല്ലല്ലോ വിശ്വസിക്കുന്നത്. കേട്ടില്ല, ഒന്നുകൂടെ പറയാം. നമ്മൾ പലപ്പോഴും ഒത്തിരി പേർ കേൾക്കുന്നതാണല്ലോ വിശ്വസിക്കുന്നത്. നമ്മൾ പലപ്പോഴും പലരുടെ അനുഭവമാണല്ലോ വിശ്വസിക്കുന്നത്, വചനമല്ലല്ലോ വിശ്വസിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ വചനത്തിലേക്ക് തിരിയാം, അത് കയറി പിടിക്കാം. കൈ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എവിടെയെങ്കിലും നടക്കുന്ന ഒറ്റപ്പെട്ട കാര്യങ്ങൾ നിനക്ക് വരണമെന്നില്ല. നിനക്ക് വരുന്നത് വചനം മാത്രമാണ്. അപ്പൊ നിന്റെ ലൈഫിൽ ദൈവം ഒരു ഗോൾഡൻ ടൈം തരും. ഇവനിങ്ങനെ നീറി പാതാളത്തിലേക്ക് പോകാൻ കാല് മറക്കി വെച്ചപ്പം ഒരു ചൈതന്യത്തിന്റെ രഥം അവനെ കാലിൽ പാതാളത്തിൽ നിന്ന് കയറ്റി അവനെ ദർശനത്തിലേക്ക് ഉയർത്തി. ആമേൻ പറഞ്ഞാട്ടെ. ചിലരെ ദൈവം മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ദർശനത്തിലേക്ക് കയറ്റുക. ഹല്ലേലൂയ. നീ ഇങ്ങനെ മരിച്ചാൽ നിന്നിലുള്ള ദർശനം എങ്ങനെ നടക്കും? കേട്ടില്ല. നീ ഇങ്ങനെ മരിച്ചാൽ നിനക്കൊരു ദർശനമില്ലേ? എടാ മോനെ, നിന്നിലൂടെയാ 12 ഗോത്രം ഉണ്ടാകണ്ടേ. നിന്നിലൂടെയാണ് ഒരു രാജ്യത്തിൻ്റെ അടിത്തറ ഇടണ്ടേ. നിന്റെ തലമുറകളാണ് ഇനി നാളെ ലോകം ഭരിക്കത്തക്കവണ്ണം എഴുന്നേറ്റ് വരേണ്ട ഒരു രാജ്യമായി തീരണ്ടേ. അങ്ങനെ വലിയൊരു അസൈൻമെന്റ് നിന്റെ മേൽ കിടക്കുമ്പോൾ നീ മരിക്കണമെന്നാണോ നീ പറയുന്നത്? ഇല്ല, ചാടി എഴുന്നേൽക്കുക യേശുവിൻ നാമത്തിൽ. ഈ യാക്കോബ് ഫറവോന്റെ കൊട്ടാരത്തിൽ ചെന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഫറവോനെ അനുഗ്രഹിച്ചവൻ തുടങ്ങാണ്. നീ കുഴിയിൽ നിന്ന് എഴുന്നേറ്റാൽ പിന്നെ രാജാക്കന്മാരെ അനുഗ്രഹിക്കുന്ന ലെവലിലേക്ക് വളർത്തും. രാജാവിനെ അനുഗ്രഹിച്ച് കഴിയുമ്പോൾ രാജാവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിനക്ക് എത്ര വയസ്സായി? അതിന് യാക്കോബിൻ്റെ മറുപടി, എൻ്റെ പരദേശ പ്രയാണം 130. അത് കഷ്ടവും സങ്കടവും ദുഃഖവും നിറഞ്ഞതാണ്. എന്നാൽ അതെൻ്റെ പിതാക്കന്മാരുടെ ആയുസ്സോളം എത്തിയിട്ടില്ല. ഞാൻ ഓൺ ദ വേ ആണ്. ഞാൻ ഓർത്ത് പുള്ളി 130 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളെന്ന്. പക്ഷെ 130 വർഷത്തെ ചരിത്രം അദ്ദേഹം പറഞ്ഞു, ഇത് കഷ്ടമാണ്, ഇത് സങ്കടമാണ്, ഇത് ഞെരുക്കമാണ്. പക്ഷേ അതിൻ്റെ അടുത്ത അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്, യാക്കോബ് മിസ്രൈമിൽ 17 വർഷം ജീവിച്ചു. ആമേൻ പറഞ്ഞില്ല? യാക്കോബ്, നിങ്ങൾ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, യാക്കോബ് മിസ്രൈമിൽ 17 വർഷം ജീവിച്ചു. ദുഃഖത്തോടെയല്ല, ഞെരുക്കത്തോടെയല്ല, കരച്ചിലോടെയല്ല, വേദനയോടെയല്ല, ഭാരത്തോടെയല്ല, തകർച്ചകളോടെയല്ല, മറിച്ചൊരു ഗോൾഡൻ ടൈം ദൈവം അവന് കൊടുത്തു. കൈ ഉയർത്തി ഒരു ആമയം പറയാൻ പറ്റുമെങ്കിൽ ഈ ദൂതിലേക്ക് നിങ്ങൾ ഇന്ന് ഇറക്കി നിർത്തി ഞാൻ ആമയം പറയിപ്പിക്കുന്നത്. ഈ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൻ്റെ ഒരു 3/4% തീർന്നിട്ടുണ്ടാകാം. എന്നാൽ വീണ്ടും ഒരു 17 വർഷം യാക്കോബേ നിനക്ക് തന്നിട്ട് ഈ ചുരുക്കം സമയം കൊണ്ട് നിന്നെ ഏൽപ്പിച്ച ദൗത്യം വേഗത്തിൽ ശീഘ്രത്തിൽ ചെയ്യുവാൻ ദൈവം നിന്നെ ഒരുക്കാൻ പോകുകയാണെന്ന് ദൈവം ചിലരോട് ദൂത് പറയുകയാണ്. വിശ്വസിച്ച് കൈ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ.
ഹല്ലേലൂയ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു, ഇനി എനിക്ക് ചുവട് വെക്കാൻ ഒന്നുമില്ല, ഒന്ന് മരിച്ചാൽ മതിയെന്ന് നീ പറഞ്ഞിരിക്കുന്നെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെയും നിന്റെ അവസ്ഥകളെയും നിന്റെ ആരോഗ്യത്തെയും നിന്റെ സ്ഥാനങ്ങളെയും മാറ്റിമറിച്ച് ചുരുങ്ങിയ ചില സമയങ്ങൾ ദൈവം നിനക്ക് തരും. ആമേൻ. കഴിഞ്ഞ 130 വർഷം ചെയ്യാൻ കഴിയാത്തത് കേവലം 17 വർഷം കൊണ്ട് ഒരു രാജാവിനെ പോലെ ഇരുത്തി നിന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടേ ഞാൻ അയക്കത്തുള്ളൂ. യേശുവിൻ്റെ നാമത്തിൽ സമയത്തിന് മുമ്പേ നിന്നെ മരിപ്പിക്കുന്ന രോഗങ്ങൾ, ശാപങ്ങൾ, അനർത്ഥങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ പറയുന്നു, വേല തികച്ചിട്ടേ പോകാവൂ, വേല തികച്ചിട്ടേ പോകാവൂ. നിന്റെ മേൽ ദൈവം എഴുതിയ ദർശനം മുഴുവൻ പൂർത്തീകരിച്ചിട്ടേ പോകാവൂ. ഹേ പിശാചേ, നിനക്കെന്നെ തൊടാൻ അധികാരമില്ല, എൻ്റെ കുടുംബത്തെ തൊടാൻ അധികാരമില്ല, എൻ്റെ ആരോഗ്യത്തെ തൊടാൻ അധികാരമില്ല, എൻ്റെ അവയവങ്ങളെ തൊടാൻ അധികാരമില്ല. യേശുവിൻ്റെ നാമത്തിൽ ശരീരങ്ങളെ ദണ്ഡിപ്പിക്കുന്ന രോഗങ്ങൾ, തകർച്ചകൾ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഇവിടെ പൊട്ടിക്കുന്നു. ജനത്തിന്റെ മേൽ ആരോഗ്യം വരുന്നു. ഏറ്റെടുത്ത് ജനത്തിന് ആരോഗ്യം വരുന്നു. ജനത്തിന് ഈ ഒരു സമയം തന്നെ ചിലർ സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബലം ക്ഷയിച്ചു പോകുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ചില പ്രത്യേക ശരീരഭാഗങ്ങൾ തളർന്നു പോകുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അവരുടെ മേൽ ബലം വരട്ടെ, അവരുടെ മേൽ ധൈര്യം വരട്ടെ, അവർക്ക് ആരോഗ്യം വരട്ടെ. ഞാൻ ആരോഗ്യവും രോഗസൗഖ്യവും വരുത്തുന്ന ദൈവമാണ്. 17 വർഷം ദൈവം അവൻ്റെ കയ്യിലോട്ട് കൊടുത്തു. നീ സന്തോഷിക്കുന്നേ? അമ്മയും പറഞ്ഞില്ല. 17 വർഷം അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. നീ സന്തോഷിക്കും മോനെ. നീ നിന്റെ മക്കളോട് കൂടെ നിന്ന് സന്തോഷിക്കുക. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ജോസഫിനോട് ചേർന്ന് നീ സന്തോഷിക്കുക. നീ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച ബെന്യാമിനോട് ചേർന്ന് നീ സന്തോഷിക്കുക. ഈ യാക്കോബ് യോസേഫ് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം തൊട്ട ഒരു പേടി കയറി. ചിലരുടെ നഷ്ടങ്ങൾ നിന്റെ അകത്ത് പേടി കയറ്റിയിട്ടുണ്ട്. നിനക്ക് ഇന്നലെ വന്ന ചില അനർത്ഥങ്ങൾ, ചില കള്ളങ്ങൾ നിനക്ക് ചില പേടി വരുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില ഉൾഭയങ്ങളെ ദൈവം ഇന്ന് പകൽ പൊളിക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ടെ. ഉൾഭയങ്ങളെ ചുടബലപരവ ഞാൻ മരിച്ചു പോകുമെന്നൊരു ചിന്ത ചിലരുടെ അകത്ത് കയറിയിട്ടുണ്ട്. ഇല്ല, ഇന്ന് അതിനെ ക്യാൻസൽ ചെയ്യുന്നു. നീ ഇപ്പോഴൊന്നും മരിക്കത്തില്ല. നീ ആരോഗ്യത്തോടെ ഇരിക്കും. നിന്റെ തലമുറ ഇരിക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ. ഈ യോസേഫ് നഷ്ടപ്പെട്ട നിമിഷം മുതൽ പിന്നെ ഇവൻ്റെ അകത്തൊരു ഭയം കയറി. പിന്നെ അവൻ ഇങ്ങനെ ബെന്യാമിനെ കെട്ടിപ്പിടിച്ചാണ് ജീവിക്കുന്നത്. വിട്ടുകൊടുക്കത്തില്ല. ഇനി ഇവനും പോവോ? ഞാനിന്ന് പരിശുദ്ധാത്മാ പറയുന്നു, ഒന്നും പോകത്തില്ല. ആരൊക്കെയോ നിനക്ക് നഷ്ടപ്പെട്ടെന്നൊരു തോന്നലുണ്ടല്ലോ. നഷ്ടപ്പെട്ടതും മടങ്ങും, നിന്റെ കയ്യിലുള്ളതും നഷ്ടപ്പെടത്തില്ല. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരികയാണ്. നഷ്ടപ്പെടുമെന്ന് പറയുന്നത് നിന്റെ അടുക്കൽ തുടരാൻ പോകുകയാണ്. നിന്റെ ഉള്ളിലെ ഭയങ്ങൾ മാറട്ടെ. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു ആമേൻ. ഹല്ലേലൂയ. 17 വർഷം ദൈവത്തിന് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ദർശനം പൂർത്തീകരിക്കാൻ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഏറ്റവും ശ്രദ്ധാലുവായിരിക്കണം നിങ്ങളെ ഏൽപ്പിച്ച ദർശനത്തെക്കുറിച്ച്. ഞാൻ വെറുതെ ഇവിടെ ജീവിക്കാൻ വന്നവനല്ല. ഇവിടെ നല്ലൊരു വീട് വെച്ച്, നല്ലൊരു കാറ് വാങ്ങിച്ച്, നല്ല കുറേ സ്ഥലവും വാങ്ങിച്ച്, നല്ലൊരു ബിൽഡിങ്ങും പണിത്, ഇവിടുത്തെ മൊത്തം അരിയും തിന്ന്, ഇവിടുത്തെ മൊത്തം കോഴിയും തിന്ന് തീർക്കാൻ വന്ന ഒരു മനുഷ്യനല്ല ഞാൻ. അതിന് കിട്ടത്തില്ല. പക്ഷേ ഞാൻ നല്ല വീട്ടിൽ കിടക്കും, നല്ല കാറിൽ യാത്ര ചെയ്യും, നല്ല ഭക്ഷണം കഴിക്കും. ആമേൻ.
ആമേൻ. പക്ഷേ ഞാൻ വന്നത് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടിയാണ്. കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ. ആമേൻ. ദൂതന് ചില അർത്ഥങ്ങളുണ്ട്. ദൈവം അത് തൊടട്ടെ. നിന്റെ ദർശനം പൂർത്തീകരിക്കണം. നിന്നെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്ന് ഇടയിൽ കയറി പറഞ്ഞേക്കാം. ആമേൻ. യോസേഫിന്റെ ദർശനം എന്ന് പറയുന്നത് കനാനിൽ കിടക്കുന്ന എല്ലാറ്റിനെയും മിസ്രൈമിൽ കൊണ്ടുവരികയാണ്. അതിന് നീ ജീവനോട് ഇരുന്നേ പറ്റൂ. മോശയുടെ ദർശനം എന്ന് പറയുന്നത് മിസ്രൈമിൽ കിടക്കുന്ന എല്ലാത്തിനെയും കനാനിൽ എത്തിക്കാനാണ്. അതിനുവേണ്ടി നീ ജീവിച്ചിരുന്നേ പറ്റൂ. എൻ്റെ ദർശനം എന്ന് പറയുന്നത് നരകത്തിലേക്ക് പോകുന്ന അനേകരെ സ്വർഗത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അതിന് ഞാൻ ജീവിച്ചിരുന്നേ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനൊരു ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുത്ത് സ്തോത്രം ചെയ്യാം. കൈ ഉയർത്തി ഹല്ലേലൂയ. ആമേൻ. ഒരു വലിയ ഗോൾഡൻ ടൈം ദൈവം നിങ്ങൾക്ക് തരും. ഈ 17 വർഷം കൊണ്ട് തന്നെ എന്തിന് ദൈവം അയച്ചോ അത് മുഴുവൻ ചെയ്യിച്ചു. പറഞ്ഞാട്ടെ, തന്നെ എന്തിന് ദൈവം അയച്ചോ അത് മുഴുവൻ അവൻ ചെയ്തു. വാ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. മുഴുവൻ കാര്യം അവൻ ചെയ്തു. അവനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു സ്തോത്രം 12 ഗോത്രത്തെ ആമേൻ സജ്ജമാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തിനു വേണ്ടി? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? എന്തിനു വേണ്ടി? അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ. ഹല്ലേലൂയ. അബ്രഹാമിനോട് വാഗ്ദത്തം പൂർത്തീകരിക്കാൻ യാക്കോബേ നിന്നിലൂടെ ഇതൊരു 12 ഗോത്രമാക്കണം. ഈ 12 ഗോത്രമായെങ്കിലേ ഇത് മിസ്രൈമിൽ നിന്ന് ഒരു വലിയ ജനതയാകത്തുള്ളൂ. ഇത് വലിയൊരു ജനതയായെങ്കിലേ സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് ആ ജനത്തെ മോശയിലൂടെ പുറപ്പെടുവിച്ച് തൻ്റെ നിയമങ്ങളും കൽപ്പനകളും കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആ പ്രത്യേക ജനം നിയമങ്ങളിലൂടെ സെപ്പറേറ്റായി സൂക്ഷിക്കപ്പെട്ട് അവൻ സൂക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ മാനവ ജനതയെ മുഴുവനും രക്ഷിക്കേണ്ട മശിക അതിൻ്റെ നടുവിൽ വരത്തുള്ളൂ. ആമേൻ. യേശു ക്രിസ്തു വന്നെങ്കിൽ മാത്രമേ മുഴു ലോകത്തെയും രക്ഷിക്കുന്ന ദൈവത്തിന്റെ രക്ഷയുടെ പദ്ധതി പൂർത്തീകരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് പൂർത്തീകരിക്കണമെങ്കിൽ നീയും ഞാനും ജീവിച്ചിരുന്നേ പറ്റത്തുള്ളൂ. വലിയൊരു ദൈവ പദ്ധതിയുടെ ഒരു ചങ്ങലയാണ് നീ. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. പോരല്ലോ, ഒന്നുകൂടെ പറയും. വലിയൊരു ദൈവ പദ്ധതിയുടെ പൂർവകാല നിത്യതയിൽ ദൈവം തുടങ്ങിയ ഭാവികാല നിത്യതയിൽ പൂർത്തീകരിക്കുന്ന ദൈവരക്ഷയുടെ ഒരു പദ്ധതിയുടെ ചങ്ങലയാണ് നീയും ഞാനും. ഇത് അറ്റുപോകാൻ പറ്റില്ല. ഇതിലൊരു വാഗ്ദത്തവും നിറവേറാതിരിക്കാൻ പറ്റത്തില്ല. ഇതിലൊരു ദൂതും മിസ്സാകാൻ പറ്റത്തില്ല. അതിന് ദൈവം ആരോഗ്യവും അഭിഷേകവും ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് തന്നിരിക്കും. നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവ പദ്ധതിയുടെ അകത്തോട്ട് കയറി നിന്നോണം. ഈ 17 വർഷം കൊണ്ട് ഇവൻ ചെയ്ത ശുശ്രൂഷ എത്ര ഭയങ്കരമാണ്. 12 ഗോത്രത്തെ അവൻ സജ്ജമാക്കി. അവൻ നോക്കിയപ്പോൾ 2 ഗോത്രമില്ല. അപ്പോൾ നോക്കിയപ്പോഴാ യോസേഫ് തൻ്റെ 2 മക്കളെയുമായിട്ട് വരികയാണ്. അവൻ കൈ പിടഞ്ഞു വെച്ചവരെ അനുഗ്രഹിച്ചു. യോസേഫ് പറഞ്ഞു, അപ്പാ തെറ്റുപറ്റിപ്പോയി, പൈസയൊന്നില്ലേ, കണ്ണിന് കാഴ്ച കുറവാ. പറഞ്ഞു, ഇല്ല മോനെ, അങ്ങനെ ഒന്നും കാഴ്ച കുറഞ്ഞിട്ടില്ല. നീ ഇന്നിൻ്റെ കാണുന്നേ, ഞാൻ നാളകളാ കാണുന്നേ. ദൂരവീക്ഷണമുള്ള കണ്ണുകൾ ദൈവം നിനക്ക് തരാൻ പോവുക. നിന്റെ തലമുറ ആരാകും, വർഷങ്ങൾ കഴിഞ്ഞ് അവരെന്താകും എന്ന് കാണത്തക്കവണ്ണം നിന്റെ ആത്മീയ കണ്ണുകളെ ദൈവം തുറക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ കണ്ണുകൾ കണ്ട് നീ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം ഇടപെടട്ടെ. അനുഗ്രഹിച്ചു, തീർന്നില്ല, അവൻ പ്രവചിച്ചു. അവൻ്റെ അനുഗ്രഹമെല്ലാം പ്രവചനമായിരുന്നു. ഹല്ലേലൂയ. പ്രവചിച്ച് തീർന്നിട്ട് അവൻ കട്ടിലേക്ക് കയറി കിടന്നു. എന്നിട്ട് നോക്കി, എങ്ങനെയുണ്ട്, ശരിക്കാണോ കിടക്കുന്നത്? കേട്ടില്ല. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് വന്ന് അപ്പുറത്തെ വീട്ടിലെ തങ്കച്ചൻ, ഇപ്പുറത്തെ വീട്ടിലെ ഗോപാലൻ കോടാലി കൊണ്ട് കൈ അടിച്ച് നേരെയാക്കി വെക്കണോ?
കേട്ടില്ല, കിടക്ക്. അല്ലേ, ഞാൻ കണ്ടിട്ടില്ല ചിലരൊക്കെ കൈയൊക്കെ ഇങ്ങനെ അടിച്ച് നൂർക്കുകയാണ് അവിടെ വന്ന്. കട്ടിലേക്ക് കയറി കിടന്നു. കിടക്കുമ്പോഴും അവൻ നോക്കി, എന്നിട്ട് അതിൻ്റെ പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. അവൻ ഇസ്രായേൽ കട്ടിലിൽ കയറി കാലെടുത്ത് വെച്ച് കിടന്ന് പ്രാണനെ വിട്ടു എന്ന് പറഞ്ഞാൽ താൻ എപ്പോൾ മരിക്കുമെന്ന് പോലും അവൻ അറിയാമായിരുന്നു. പൗലോസ് പറയുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു ഞാൻ അറിയുന്നു. പത്രോസ് പറയുന്നു, എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എത്ര പേർ കാമയം പറ, നീ അങ്ങനെയൊന്നും പെട്ടെന്ന് മരിക്കത്തില്ല, കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞേ നീ മരിക്കത്തുള്ളൂ. വിശ്വസിക്കുന്ന ഒരു രാമയം പറഞ്ഞാട്ടെ. എല്ലാവരും കൈ ഉയർത്തി രാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവൻ അവസാനത്തിൽ ആമേൻ വെപ്പാട്ടികളുടെ മക്കളെ, ദാസിമാരുടെ മക്കളെയൊക്കെയും ദാനങ്ങൾ കൊടുത്ത് അകറ്റി. പ്രൈസ് ഗോഡ്. ആമേൻ ഇസഹാക്കിനെ അവൻ സേഫ്റ്റിയാക്കി, സുരക്ഷിതമാക്കി. എന്നിട്ടാ മരിച്ച എന്ന് പറഞ്ഞാൽ സ്ഥലമൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുത്ത്, വീടൊക്കെ കൊടുക്കേണ്ടവർക്കെല്ലാം കൊടുത്ത്, എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞാൽ മരിച്ചെന്ന്. വീടും കൊടുക്കത്തില്ല, സ്ഥലവും കൊടുക്കത്തില്ല, 4 പിള്ളേരുണ്ട്. മരിച്ചു കഴിയുമ്പോൾ പിള്ളേരെല്ലാം കിടന്ന് അടിയാ. അയ്യോ, ഇത് കയറി വന്നതാണ്. പക്ഷെ അന്നിപ്പോൾ എനിക്കറിയാം ഇതൊരു ദൂതാണെന്ന്. നിനക്ക് പേടിയാണ് ഇതൊക്കെ ചെയ്യാൻ. നിന്റെ സമയം അടുത്തെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ചെയ്യ. എല്ലാം കുളവായി മരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേ. സഹാമേൻ ഹിസ്കിയാവിനോട് പറയുന്നു, നിന്റെ ഗ്രഹകാര്യം ക്രമീകരിക്ക്, നീ മരിക്കും എന്ന് പറഞ്ഞാൽ നീ മരിക്കുന്നതിനിപ്പുറം എല്ലാം ക്രമീകരിച്ചിട്ട് വേണമെന്ന്. നാമം പറഞ്ഞാട്ടെ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ദൈവം ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടാൻ പോകുകയാണ്. അങ്ങനെയുള്ള ചില പ്രോബ്ലങ്ങളിൽ ചില കുടുംബങ്ങളും ചില വ്യക്തികളും ഞരങ്ങുന്നുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനം ഇവിടെ വെളിപ്പെടുത്തിയപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ദൈവം പരിഹരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നീ മരിച്ചു കഴിഞ്ഞും നിന്റെ മക്കൾ ഒരുമിച്ച് തന്നെ തുടർന്നിരിക്കും. അവർ സ്വത്തിൻ്റെ പേരിലും സ്ഥലത്തിൻ്റെ പേരിലും സമ്പത്തിൻ്റെ പേരിലും അടിച്ചു പിരിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അവർ ഒരുമിച്ച് തന്നെ തുടരും. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഡിസ്യൂണിറ്റിയുടെ സ്പിരിറ്റിനെയും ഇന്ന് ഈ വചന മുൻപിൽ ആത്മാവിൽ കട്ട് ചെയ്യുന്നു. കൈ ഉയർത്തി ഒരു ആമേൻ. ഇതൊരു വിടുതലാണ് ഉറപ്പായിട്ട്. അല്ലെങ്കിൽ ഈ വചനം ഇറങ്ങി വരത്തില്ല. അവനെല്ലാം ക്രമീകരിച്ചു, കട്ടിലിൽ കയറി പ്രാണനെ വിട്ടുകൊടുത്തു. നീ മരിക്കാത്തത് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നീ മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും ആകട്ടെ ചിന്തിക്കരുത്. നീ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം ക്രമീകരിക്കപ്പെടാൻ പോവാണ്. നാളെ നിന്നെ ഓർക്കുമ്പോൾ ഒരു അത്ഭുത വിഷയമായി ഓർക്കുന്ന നിലകളിൽ ദൈവം കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വചനത്തിന് ആമേൻ പറയാമോ? നിങ്ങൾ ഈ വചനത്തിന് ഒരു ആമേൻ പറഞ്ഞ് വിശ്വസിച്ചേറ്റെടുത്താൽ കലഹങ്ങളും തർക്കങ്ങളും ഒക്കെ ഇന്ന് പരിശുദ്ധാത്മാ സോൾവ് ചെയ്യും. അകന്ന് നിന്നവരൊക്കെ വരാൻ പോകുകയാണ്. അടുത്ത് വഴക്കുണ്ടാക്കിയവരുടെ വഴക്കുകൾ മാറാൻ പോകുകയാണ്. എതിർത്തവർ എതിരേൽപ്പുമായി വന്ന ചരിത്രം വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ സംഭവിക്കാൻ പോകുകയാണ്. കൊല്ലാൻ തുടങ്ങിയ ഏശാവ് എതിരേറ്റ് കരഞ്ഞുകൊണ്ട് വന്നതുപോലെ ഇന്നലകളിൽ വൈരാഗ്യമുള്ളവർ സ്നേഹിച്ചു വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളെ ഛിദ്രിപ്പിക്കുന്ന, തലമുറകളെ തിരിച്ചു കളയുന്ന ചില അന്ധകാര മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. വാഗ്ദത്തമുള്ള ജനത, വാഗ്ദത്തമുള്ള കുടുംബം യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് നിൽക്കട്ടെ. ആത്മാവിലൊരു സ്തോത്രം ചെയ്താട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് പറയുന്നു, പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ വരത്തില്ല. ആമേൻ പറഞ്ഞാട്ടെ. പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ വരത്തില്ല. ഒരിക്കൽ കൂടി ആമേൻ പറഞ്ഞ്, പല കുടുംബത്തിൽ വന്ന പ്രശ്നം നിന്റെ കുടുംബത്തിൽ, അതിനുവേണ്ടി എല്ലാം ക്രമീകരിക്കാൻ ഒരു ഗോൾഡൻ ടൈം ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ പറയുന്നു, നീ വിജയിച്ച അഭിഷക്തനായിരിക്കും.
നീ വിജയിച്ച അഭിഷക്തയായിരിക്കും, നീ വിജയിച്ച അപ്പനായിരിക്കും, നീ വിജയിച്ച അമ്മയായിരിക്കും, നീ വിജയിച്ച ശുശ്രൂഷകനായിരിക്കും. അങ്ങനെ ദൈവം നിന്നെ ഒരു ജയാളിയാക്കാൻ പോകുകയാണ്. ദൈവം തരും സമയം. എൻ്റെ ബ്രദറെ, അങ്ങനെയൊന്നും അല്ല ബ്രദറെ, ഭയങ്കര കഷ്ടമാണ്. യോസേഫിൻ്റെ ജീവിതം കണ്ടില്ലേ? എൻ്റെ ചോദ്യം അതാ, നീ കണ്ടില്ലേ? അത് യോസേഫിൻ്റെ ജീവിതം നീ കണ്ടില്ലേ? യോ, എത്ര വിഷയമാണ്. അതെ, നമ്മുടെ ജീവിതം നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ പാട്ടും അങ്ങനെയല്ലേ, യോസേഫിൻ ദൈവം, ഓക്കെ, അതൊക്കെ കറക്റ്റാണ്. പക്ഷെ യോസേഫിൻ്റെ ലൈഫിൽ ദൈവം ചെയ്ത കാര്യം അറിയാവോ? പൊട്ടക്കുഴി ഉണ്ടായിരുന്നു, അപമാനമുണ്ടായിരുന്നു, അപവാദം ഉണ്ടായിരുന്നു. പക്ഷേ വചനം ഞാൻ പറയാം, അവൻ 30-ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ മുമ്പിൽ നിന്നു. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, 30-ാമത്തെ വയസ്സിൽ, ഉറക്കെ പറഞ്ഞേ, രാജാവിൻ്റെ മുൻപിൽ നിന്നു. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം, 30-ാമത്തെ വയസ്സിൽ രാജാവിൻ്റെ മുൻപിൽ നിന്നു. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്ന് തീർന്നു? 30-ാമത്തെ വയസ്സിൽ തീർന്നു. യോസേഫ് മരിച്ചത് ഇപ്പോൾ 110-ാമത്തെ വയസ്സാണെന്ന് തോന്നുന്നു. 110-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു. കേട്ടില്ല. 110-ാമത്തെ വയസ്സിൽ യോസേഫ് മരിച്ചു. അതിന് തെറ്റുണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ ലാസ്റ്റ് വേർഡ് എനിക്ക് തെറ്റിയോ എന്നൊരു സംശയം. ഒരു സത്യം പറയാനാണ്. ലാസ്റ്റ് വേർഡ്, യോസേഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. ഒരാമയും പറയാമോ? വചനം പറയുന്നു, അവൻ 30-ാമത്തെ വയസ്സിൽ രാജകൊട്ടാരത്തിലെത്തി. 11 വയസ്സ് വരെയാണെന്ന് തോന്നുന്നു അപ്പൻ്റെ വീട്ടിൽ താമസിച്ചു. കുറച്ചു കാലം പൊത്തിഫേറിൻ്റെ വീട്ടിൽ താമസിച്ചു. പൊത്തിഫേറിൻ്റെ വീട്ടിൽ ചെന്നുടനെ പ്രശ്നമൊന്നും അല്ലായിരുന്നു കേട്ടോ. ചെന്നുടനെ താക്കോലെടുത്ത് കൊടുക്കുമല്ലേ നമ്മൾ. കുറേ നാൾ ജീവിച്ച് കഴിഞ്ഞാൽ കൊടുത്തേ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈമാണ് അവൻ കാരാഗൃഹത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ കടന്നുപോയേ. ഞാൻ പറയുന്ന ദൂതും മനസ്സിലായോ? 30-ാമത്തെ വയസ്സിൽ അവൻ കൊട്ടാരത്തിലെത്തി. ശേഷമുള്ള 80 വർഷം നിങ്ങൾ ആരും ഇത് ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊന്നും നിർബന്ധമുള്ള കേസല്ല. പക്ഷെ ഇത് നിനക്ക് ദൈവത്തെ വിശ്വസിക്കാനുള്ള ഒരു കയറായിട്ട് നിനക്ക് വേണേ ഏറ്റെടുക്കാം. എന്ന് പറഞ്ഞാൽ 30-ാമത്തെ വയസ്സിൽ അവൻ കൊട്ടാരത്തിലെത്തിയെന്ന്, അവൻ്റെ നിന്ദയും അവൻ്റെ അപമാനവും തൻ്റെ അപവാദവും എല്ലാം 30-ാമത്തെ വയസ്സിൽ ക്ലോസ് ആയിട്ട് ദൈവം അവന് ഗോൾഡൻ ടൈം ആയിട്ട് 80 വർഷം കയ്യിലോട്ട് കൊടുത്തു. എന്തിനാണെന്നറിയാമോ? ദർശനം പൂർത്തീകരിക്കാൻ. ആമേൻ പറയാൻ പറ്റുമോ? ദർശനം പൂർത്തീകരിക്കാൻ. എല്ലാവരും 2 കരമൊന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ വർഷങ്ങളായി ചെയിൻ പോലെ, ചക്രങ്ങൾ പോലെ, സൈക്കിൾ പോലെ ഒരു പ്രശ്നങ്ങൾ മാറി അടുത്ത പ്രശ്നം, അടുത്ത പ്രശ്നം മാറി അടുത്ത പ്രശ്നം, അതുപോലെ നിന്റെ തല ഉയരാതെ വണ്ണം ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്ന പ്രതിസന്ധികളുടെ ചില ചെയിനുകളെ, ചിലതിനെ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഞാൻ മുറിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി വരുന്ന രോഗത്തെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. തുടർമാനമായി വരുന്ന കടങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കൈകളെ ഉയർത്തിയാവേ. പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് വലിയ വീട്ടിൽ താമസിച്ച് ചാരുകസാരയിൽ കയറി ഇരുന്നിട്ട് റിമോട്ട് കൺട്രോൾ എടുത്ത് വെച്ചിട്ട് ചാനൽ ഞെക്കി കളിക്കാനല്ല നിനക്ക് ആയുസ് തരുന്നേ. വിഷൻ. ആമേൻ പറഞ്ഞില്ലേ? വിഷൻ. എത്ര പേർക്ക് ആമേൻ പറയും? വിഷൻ. ഹല്ലേലൂയ. ദൈവം നിനക്ക് സമ്പത്ത് തരും, ദൈവം നിനക്ക് ആരോഗ്യം തരും, ദൈവം നിന്നെ രാജാവിനെ പോലെ ആക്കും. ആരും വേണ്ടെന്നില്ല. എന്തിന്? നീ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഒരു ദൈവത്തിന്റെ ദർശനമായിട്ട് ഇറങ്ങിയേ, അത് പൂർത്തീകരിക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദൂത് ശ്രദ്ധിച്ചോണം.
ദൈവവും സമ്പത്ത് തരും, പിശാചും സമ്പത്ത് തരും. അയ്യോ, ചാരരുത്. ദൈവം സമ്പത്ത് തരുന്നത് ദർശനം ചെയ്യാനും, സാത്താൻ സമ്പത്ത് തരുന്നത് നീ ദർശനം ചെയ്യാതിരിക്കാനും. അത്ര വ്യത്യാസമുള്ളൂ. ലൂക്കോസ് 4-ാം അധ്യായത്തിൽ യേശുവിനെ ഭൂമിയിലെ സകല പ്രതാപവും കാണിച്ചിട്ട് പറഞ്ഞു, ഈ അധികാരവും മഹത്വമെല്ലാം എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, എല്ലാം തരാം. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, നിന്റെ ഒന്നും വേണ്ട. ഇന്ന് ദൈവാത്മാവിൽ പറയുന്നു, പിശാചും ലോകവും വ്യക്തികളും തരുന്ന ചിലതിനൊക്കെ വേണ്ടെന്ന് വെക്കാൻ ഒരു ആർജവം നിനക്കുണ്ടാകട്ടെ. നീ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടവരല്ല. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ആരെങ്കിലും വെച്ച് നീട്ടുന്ന ചില എച്ചിൽ കഷ്ണം കൊണ്ട് ജീവിതം തീർക്കേണ്ടവനല്ല നീ. ചിലതിനൊക്കെ വേണ്ടെന്ന് പറയാനുള്ള ദൈവകൃപ നിനക്ക് വ്യാപരിക്കട്ടെ. കൈകളെ ഉയർത്തി ദൈവത്തെ, നിന്നെ ഈ മഹത്വവും അധികാരമെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്നു, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മൊത്തം തരാം, മൊത്തം തരാം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എടാ ഇതൊന്നും വാങ്ങാനും ഇതൊക്കെ പിടിക്കാനും അല്ല വന്നത്. ഞാൻ വന്നത് മനുഷ്യനെ മുഴുവനും രക്ഷിച്ച് അവർക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം കൊടുത്ത് അവരെ വീണ്ടെടുത്ത് അവരെ മക്കളും മണവാട്ടിയുമാക്കി ദൈവമുമ്പിൽ നിർത്താൻ വന്ന വലിയ ദർശനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തകത്തിൻ്റെ ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹനനയാഗം നീ ഇച്ഛിച്ചിട്ടില്ല, ഭോജനയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല, ഒരു ശരീരം എനിക്കായിട്ട് നീ ഒരുക്കിയിരിക്കുന്നു. ഞാൻ വന്നത് ഇഷ്ടം ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യരിൽ നിന്നും വ്യക്തികളിൽ നിന്നും അവൻ പൈശാചികമായി വരുന്ന സകല സ്രോതസ്സുകളെയും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അടയ്ക്കുകയാണ്. ഒന്ന് കൈയടിച്ചതിന് ആമേൻ പറഞ്ഞാട്ടെ. നിന്നെ പണക്കാരനാക്കാൻ ദൈവം വിളിച്ചതല്ല, മറിച്ച് നിന്നെ ദർശനം ചെയ്യാൻ വിളിച്ചതാണ്. ഈ ദർശനത്തിന് വേണ്ടി നിന്നോ, വാലാട്ടി പട്ടി വരുന്നത് പോലെ നിന്റെ പുറകിലൂടെ ധനവും മാനവും സമ്പത്തും കവിഞ്ഞൊഴുകി വരും. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ ആത്മാവിലൊന്ന് ഏറ്റെടുക്കാമോ? അൺയൂഷ്വലായ സമ്പത്ത് ദർശനമുള്ളവന്റെ പുറകെ വരാൻ പോകുകയാണ്. കൈ ഉയർത്തി യേശുവിനൊരു ആരാധന കൊടുത്തേ. എന്തോ ഭയങ്കര വിടുതൽ നടക്കുന്നു, ഭയങ്കര വിടുതൽ നടക്കുന്നു, ഭയങ്കര വിടുതൽ നടക്കുന്നു. നിന്നെ ചില ട്രാപ്പിനകത്ത് പെടുത്താനുള്ള മനുഷ്യന്റെ കണികൾ പൊളിയട്ടെ, പിശാചിന്റെ കണികൾ പൊളിയട്ടെ. പിന്നെ പെട്ടെന്ന് പണക്കാരനാക്കാൻ വേണ്ടിയുള്ള പിശാചിന്റെ കുടുക്ക് വഴികൾ ഇന്ന് പൊളിയട്ടെ. പിശാച് തരുന്ന പണം നിന്നെ ദർശനത്തിലേക്ക് എത്തിക്കാതിരിക്കാനാണ്. പക്ഷെ ദൈവം തരുന്ന ധനം, ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന സമ്പത്ത്, ദൈവം തരുന്ന പദവി, ദൈവം തരുന്ന ഉയർച്ച, അതിന് മുൻപിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: വിഷൻ, ദർശനം. നിന്നിലൊരു ദൈവ പദ്ധതിയുണ്ട്. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞേ. കർത്താവ് തൊടുന്നുണ്ടോ നിങ്ങളെ? ദൈവം ആയുസ് തരും. പറഞ്ഞാട്ടെ, ദൈവം ഉറക്കെ പറഞ്ഞേ, ആയുസ് തരും. എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ദൈവം ആയുസ് തരും. എന്തിനു വേണ്ടി? ദർശനം ചെയ്യാൻ. 80 വർഷം അവന് കൊടുത്ത് കയ്യിലോട്ട്. യോസേഫിൻ്റെ പാട്ട് പാടുന്നവർ ഓർത്തോണം, നീ പാടി പാടി പോവുക, അവൻ ജീവിച്ച് പോവുക. ഈ സത്യമൊക്കെ നേരത്തെ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോയനല്ലേ. അവൻ്റെ ലൈഫിൽ 30ാമത്തെ വർഷം പ്രശ്നം തീർന്നു. ദൈവം അവൻ്റെ കയ്യിലേക്ക് 80 വർഷം കൊടുത്തു. ദർശനം ചെയ്യടാ. ഹല്ലേലൂയ. ദൈവം കൊടുത്തപ്പം എങ്ങനെ കൊടുത്തേ? അവനെ രാജാവിനെ തുല്യം ഇരുത്തി.
ഹല്ലേലൂയ. രാജാവ് പറയുകയാണ്, ഞാൻ സ്ഥാനം കൊണ്ട് മാത്രമേ വലുതുള്ളൂ, പക്ഷെ നീ പറഞ്ഞാൽ ഇവിടെ ചലനം നടക്കത്തുള്ളൂ. ദർശനത്തിന് വേണ്ടി നിന്നോ. ആർക്കും ലഭിക്കാത്ത നിലകളിലുള്ള അധികാരങ്ങളെ ദൈവം നിനക്ക് തരും. കൊട്ടാരം അവൻ്റെ കയ്യിൽ, കലവറ അവൻ്റെ കയ്യിൽ. കേട്ടില്ല? കൊട്ടാരം അവൻ്റെ കയ്യിൽ, കലവറ അവൻ്റെ കയ്യിൽ, തീരുമാനം അവൻ്റെ കയ്യിൽ. ഇവൻ്റെ സഹോദരങ്ങൾ വരുമ്പോൾ തന്നെ രാജാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവന്മാർക്ക് ആർക്കൊക്കെ കഴിവുണ്ടെന്ന് എനിക്കറിയില്ല, നീ അവന്മാർ എവിടെയാക്കണോ അവിടെ ആക്കിയാൽ മതി. നിന്നെ ഒതുക്കിയവരുടെയൊക്കെ മുമ്പിൽ, അവരുടെയൊക്കെ ഫ്യൂച്ചർ തീരുമാനിക്കുന്ന നിലകളിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇത് പഴയ നിയമത്തിലെ ചരിത്രമാണെന്ന് നിങ്ങൾ പറയും, പക്ഷേ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ട് ദൈവമൊന്നും ഇല്ലല്ലോ, ഒറ്റ ദൈവമല്ലേ ഉള്ളൂ. കൈ ഉയർത്തി ആമേൻ. ഗോൾഡൻ ടൈം ദൈവം നിനക്ക് തരും. യാക്കോബിന് 17 വർഷം ദൈവം കൊടുത്തു, യോസേഫിന് 80 വർഷം കൊടുത്തു. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ അടുത്തായിട്ടൊരു വ്യക്തിയെ കയറ്റിക്കൊണ്ട് വരും, അത് വേറെ ആരല്ല, ഇയ്യോബാണ്. ബ്രദറെ അങ്ങനെ പറയരുത് ബ്രദറെ. ഇയ്യോബിൻ്റെ ലൈഫ് ഭയങ്കര കഷ്ടമല്ലായിരുന്നു? അതെ. ഭയങ്കര പ്രതിസന്ധിയല്ലേ? അതെ. അതിനൊരു സംശയമില്ല. പക്ഷെ എത്ര വർഷം? നിങ്ങൾ കേട്ടില്ല? എത്ര വർഷം? ഇയ്യോബിന് പ്രശ്നം എത്ര വർഷം? ഞാൻ പറയാം. അവന് പ്രശ്നം തുടങ്ങുന്നത് 10 മക്കളുണ്ടായ ശേഷമാണ്. ആമേൻ. ഒരു 10 മക്കൾ ഉണ്ടാകുമ്പോൾ എത്ര വയസ്സായെന്ന് എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷേ അവൻ 200 വർഷം ജീവിച്ചെന്നുണ്ട്. കേട്ടില്ല? പറഞ്ഞാട്ടെ. എന്നിട്ട് അടുത്തൊരു വാക്കും പറയാം, നിങ്ങൾ ഏറ്റെടുത്തോണം. ആ ബൈബിളിൻ്റെ ആ പുസ്തകത്തിൻ്റെ അവസാനത്തൊരു വാക്യമുണ്ട്, അതിനുശേഷം അവൻ 140 വർഷം ജീവിച്ചു. ആരെങ്കിലും എവിടെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ആമേൻ, ഉറക്കെ ഒരു ആമേൻ. എന്താ മിണ്ടാത്തെ? അതിനുശേഷം, നിന്ദയ്ക്ക് ശേഷം, രോഗത്തിന് ശേഷം, അപമാനത്തിന് ശേഷം, തകർച്ചയ്ക്ക് ശേഷം, വീഴ്ചയ്ക്ക് ശേഷം, ഇല്ലായ്മയ്ക്ക് ശേഷം എല്ലാം തിരിച്ചു പിടിച്ചിട്ട് 140 വർഷം ദൈവം അവന് കൊടുത്തു. ആ ദൈവം എൻ്റെ ദൈവമാണ്. ആമേൻ പറഞ്ഞു. ആ ദൈവം എൻ്റെ ദൈവമാണ്. എത്ര പേർക്ക് ആമേൻ പറയുമ്പോൾ? ജോസഫിന് ഒരു 80 വർഷം കൊടുത്തത് എൻ്റെ ദൈവമാണ്. യാക്കോബിന് ഒരു 17 വർഷം കൊടുത്തത് എൻ്റെ ദൈവമാണ്. ജീവിതത്തിൽ ഓട്ട് കഷണം കൊണ്ട് ചൊറിഞ്ഞു കിടന്നവനെ അതിൽ നിന്ന് അവനെ പൊക്കിയെടുത്തിട്ട് തൻ്റെ ജീവിതത്തിൽ 140 വർഷത്തെ അവൻ്റെ കയ്യിലേക്ക് കൊടുത്ത് നീ സകലതും അനുഭവിച്ച് സന്തോഷത്തോടെ നിന്റെ ദൗത്യം ചെയ്യാൻ പറഞ്ഞ് കൊടുത്ത ദൈവം എൻ്റെ ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ലൈഫിലും ചില പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് ദർശനം ചെയ്യാൻ ഒരവസരം തരത്തില്ലേ? യെശയ്യാവ് 60 നിന്റെ ദുഃഖകാലം തീർന്നു പോകും. കൈകളെ ഉയർത്തി ആമേൻ ആമേൻ. പോരാ, കൈകളെ ഉയർത്തി ആമേൻ ആമേൻ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞുള്ള കാര്യം അത് എനിക്കറിയാം, നന്നായിട്ട് അറിയാം. അതൊരു റെസ്റ്റ് നമുക്കുണ്ട്, നിത്യമായ സമാധാനം ഉണ്ട്. പക്ഷെ ഇവിടെ നിന്നെ ആ ഏൽപ്പിച്ച ദൗത്യം, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ദൈവമക്കൾക്കൊരു ശബത്ത് അനുഭവം ദൈവം വെച്ചിട്ടുണ്ട്. ആമേൻ പറഞ്ഞു. ദൈവമക്കൾക്ക് അതിന് പറയുന്നൊരു പേരുണ്ട്, ഇയർ ഓഫ് ജൂബിലി, പ്രസാദ വർഷം. എന്നിട്ട് വചനം പറയുന്നു ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇയർ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹോ, എല്ലാവരും ആമേൻ പറ. സുപ്രസാദ കാലമുണ്ട്. 2 കൈയൊന്ന് ഉയർത്തി ആമേൻ പറ. നിങ്ങൾ ഈ വചനം ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായ നിന്റെ ശരീരത്തിൽ തുടരുന്ന രോഗം അഴിയും, നിന്റെ കുടുംബത്തിൽ തുടരുന്ന കെട്ടുകൾ പൊട്ടും,
നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായി കയറിയിരിക്കുന്ന ദാരിദ്ര്യം അത് പിശാചാണ്. അത് മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. രണ്ട് കരവും ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞാട്ട്. എനിക്കറിയില്ല, ഭയങ്കര വിടുതൽ ഇവിടെ വ്യാപരിക്കുന്നു. ഇവിടെ വലിയൊരു വിടുതലുമായി വ്യാപരിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ. ഇന്ന് ചിലതെല്ലാം ആമേൻ നീ ചിലതിനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, അതൊക്കെ പൊളിഞ്ഞു പോകുകയാണ്, അതൊക്കെ അഴിഞ്ഞു പോകുകയാണ്. ചില തെറ്റിദ്ധാരണകൾ ഇന്ന് പകൽ പൊളിഞ്ഞു മാറുകയാണ്. നിനക്ക് ദൈവം സമയം തരുന്നു, ദൈവം നിനക്ക് വർഷങ്ങൾ തരുന്നു. എന്തിനു വേണ്ടി? നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ, നിന്നെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യാൻ നീ ദൂതേറ്റെടുത്തോ. വഴികൾ തുറക്കുന്നു, വാതിൽ തുറക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. എനിക്ക് ആത്മാവിൽ മനസ്സിലാവുന്ന ക്ലൈമറ്റുകൾ ചേഞ്ച് ചെയ്യുകയാണ്. നിന്റെ കുടുംബത്തിനകത്ത് വഴക്കുകൾ അവസാനിക്കാൻ പോകുന്നു. നിന്റെ കുടുംബത്തിനകത്ത് ഡിസ്യൂണിറ്റികൾ അവസാനിക്കാൻ പോകുന്നു. കാരണം നീയും നിന്റെ കുടുംബവും ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാനുള്ളവരാണ്. നീയും നിന്റെ തലമുറകളും ഒരുമിച്ച് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിൽക്കാനുള്ളവരാണ്. നീയും നിന്റെ കുടുംബം ഒരുമിച്ച് എസ്രയെ പോലെ ഒരു ശുഭയാത്ര ചെയ്യാനുള്ളതാണ്. ആമേൻ. ജനത്തെ തിരിക്കാനൊരു ശുശ്രൂഷ നിനക്കുണ്ട്. അതുകൊണ്ട് നിനക്കും നിന്റെ കുഞ്ഞുകുട്ടികൾക്കും ദൈവം ഒരു ശുഭയാത്ര തരാൻ പോകുകയാണ്. അടകൽ ഘടക തരജന കതുരീജന ഘടക. എല്ലാ വായികളും തുറന്ന് ദൈവത്തെ സ്തുതിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. വർഷങ്ങളായി തുടരുന്ന ചില ഫാമിലി ഇഷ്യൂസുകൾ, ചില കുടുംബ തകർച്ചകൾ, ചില തലമുറയുടെ വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മനിറവിൽ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ദർശനം ചെയ്യാൻ ഒരു തടസ്സമില്ലാതെ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു. കൈ ഉയർത്തിക്കേ. In the mighty name of Jesus. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. ഒരു മിനിറ്റ് ഒന്ന് അന്യഭാഷകൾ പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് ആത്മാവിലൊന്ന് ശാസിച്ചേ. ചിലതിനേക്ക് ഒന്ന് ശാസിച്ചേ. ആത്മാവിലൊന്ന് ശാസിച്ചേ. എനിക്കറിയില്ല നിങ്ങൾ കയറിപ്പോകുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ എനിക്കറിയില്ല. അത് ചിലപ്പോൾ ഫാമിലി പ്രോബ്ലം ആയിരിക്കാം, അത് ചിലപ്പോൾ തലമുറയുടെ വിഷയമായിരിക്കാം, അത് ചിലപ്പോൾ വിട്ടുമാറി വരുന്ന രോഗമായിരിക്കാം, അത് ചിലപ്പോൾ വിട്ടുമാറാത്ത കടമായിരിക്കാം. എന്തുമാകട്ടെ, ആത്മാവിൽ അതിനെ ഒന്ന് അടിച്ചേ, ആത്മാവിൽ അതിനെ ഒന്ന് അടിച്ചേ, ആത്മാവിൽ അതിനെ ഒന്ന് എതിർത്തേ, ആത്മാവിൽ അതിനോടൊന്ന് യുദ്ധം ചെയ്ത് ഇറങ്ങി പോകാൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ. ചിലത് പൊട്ടിയിരിക്കും. ഇന്ന് ഈ യോഗം കഴിയുമ്പോൾ ഇവിടെ ചില കയറുകൾ പൊട്ടിക്കിടന്നിരിക്കും, ചിലതെല്ലാം അഴിഞ്ഞു മാറിയിരിക്കും. നീ പുറത്തു വന്നിരിക്കും. എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു ഭയങ്കര തീ ഇതിനകത്ത് സഞ്ചരിക്കുന്നു. കയറുകളെ പൊട്ടിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു സ്വർഗീയ അഗ്നി ഇതിനകത്തൂടെ പോകുകയാണ്. ജനം ടോട്ടലി ഫ്രീ ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ നടക്കുന്നു, ഇപ്പോൾ തന്നെ ആരോഗ്യം, ഇപ്പോൾ തന്നെ വിടുതലുകൾ. ചില കുരുക്കുകൾ പൊട്ടുന്നു, ചില കടക്കെണികൾ പൊട്ടുന്നു, ചില ലോണുകൾ മാറുന്നു, ചില ജപ്തികൾ അഴിയുന്നു, ചില കുടുംബ പ്രശ്നങ്ങൾ പൊളിയുന്നു, ചില വസ്തു തർക്കങ്ങൾ മാറുന്നു, ചില ഡിസ്യൂണിറ്റികൾ പൊളിയുന്നു. Oh Jesus. Oh Rabba Baba Baba Ruba Baba Baba. Hallelujah. വല്ല പ്രതീക്ഷയുണ്ടോ? ഈ വചനത്തിലൂടെ വല്ല പ്രതീക്ഷയുണ്ടോ? ഈ വെള്ളോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നീ പറയാം, അയ്യോ പാസ്റ്ററെ തട്ടിയും മുട്ടിയും പോവാ. നീ നിർത്ത്. നീ തട്ടിയും മുട്ടിയൊന്നും പോകേണ്ടതല്ല. യോസേഫിനെ പോലെ രാജാവായി ജീവിതം നയിക്കാനാണ്. ആവേശത്തിൽ, അനുഭവത്തിൽ ഒരിക്കൽ മോശ പറഞ്ഞൊരു വാക്യമുണ്ട്, ഞങ്ങളുടെ ആയുസ് 70, ഏറെയായാൽ 80. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. അത് മോശ വിശ്വസിച്ചേക്കാട്ടി നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് നമ്മൾ 60 പോവുക. കേട്ടില്ല. പറഞ്ഞ പുള്ളി പിന്നെ തിരുത്തി. 91 സങ്കീർത്തനത്തിൽ ഞാൻ ദീർഘായുസോടെ ഇരുന്ന് ജീവിച്ച്
അവൻ്റെ രക്ഷയെ കാണും. ഒന്ന് തിരുത്താൻ തയ്യാറാകും. ചിലതൊക്കെ കേട്ടില്ല ഒന്ന് രാമേ പറഞ്ഞ ചിലതൊക്കെ ആരുമില്ല. ചിലതൊക്കെ ഒന്ന് തിരുത്താൻ തയ്യാറാകുക. 90 പറഞ്ഞ അബദ്ധമൊക്കെ 91 അങ്ങ് തിരുത്ത്. ആമേൻ പറഞ്ഞില്ല. ഹല്ലേലൂയ. അനുഭവത്തിൽ പറഞ്ഞു 70 ഏറെയായാൽ 80. സാന്നിധ്യത്തിൽ പറഞ്ഞു ദീർഘായുസ് കൊണ്ട് നീ എനിക്ക് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ നീ സാന്നിധ്യത്തിൽ സംസാരിക്കാൻ പഠിക്കണം. കേട്ടില്ല ഒന്നുകൂടെ പറയാം. നീ ഉറക്കെ പറഞ്ഞാട്ടെ, നിന്റെ ബാങ്ക് ബാലൻസിലും നിന്റെ വീട്ടിലെ കുടുംബ പ്രശ്നത്തിലും സംസാരിക്കാൻ പഠിക്കരുത്. നിന്നോട് കേട്ട ദൂതുകളിൽ വചനത്തിൽ നീ സംസാരിക്കാൻ പഠിക്കണം. ഇതൊരു ദൂതാണ്, ഇതൊരു ഭയങ്കര ഇടപെടലാണ്. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതി. സാന്നിധ്യത്തിൽ സംസാരിക്കാൻ പഠിക്കുക. അതേ നടക്കൂ. അവനാ പറഞ്ഞ വാക്കിനെ ദൈവം മറ്റൊരു വിധത്തിൽ അങ്ങ് തെളിയിച്ചു. 80 വർഷം കൊണ്ട് പ്രശ്നം തീർന്നു. ബാക്കി 40 വർഷം കൊടുത്തു. കാരണം ഇനി നീ ദർശനം ചെയ്യ്. മോശയ്ക്ക് ദൈവം 40 വർഷം കൊടുത്തു. എന്തിനു വേണ്ടി? സ്തോത്രം. മിസ്രൈമിൽ കിടന്ന ജനത്തെ അത്ഭുതങ്ങൾ കാണിച്ച്, അടയാളങ്ങൾ കാണിച്ച്, ചെങ്കടൽ മുറിച്ച്, തേയാത്ത ചെരിപ്പും വളരുന്ന വസ്ത്രവും കയ്യെത്താ ദൂരത്ത് കാടകളെയും നിർത്തി, ചലിക്കുന്ന മേഘവും കത്തുന്ന തീപ്പന്തവും കാണിച്ച്, വീടിൻ്റെ മുറ്റത്ത് റേഷൻ കൊടുത്ത്, അത്ഭുതങ്ങളുടെ പരമ്പരകൾ നടത്തി ഒരു ജനത്തെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം അവന് 40 വർഷം കൊടുത്തതുപോലെ യേശുവിൻ്റെ നാമത്തിൽ ദൈവം നിനക്ക് തരികയാണ്. കൈകളെ ഉയർത്താൻ പറ്റുന്നവരുണ്ടെങ്കിൽ കൈകളെ ഉയർത്തി. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനിപ്പോൾ മരിച്ചിട്ട് എൻ്റെ അസ്ഥികൾ പോലും തീരേണ്ട സമയം കഴിഞ്ഞു. ഏകദേശം 8 വർഷത്തിന് മുമ്പ് ഞാൻ മരിക്കേണ്ട ആളാണ്. 3 വട്ടം മരണം എൻ്റെ മുമ്പിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയതാ. പക്ഷേ ദൈവം എനിക്ക് ഈ 8 വർഷം ദൈവം തന്നു, ഇനിയും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന 2 പ്രാർത്ഥനകളാണ്. ഒന്ന്, കർത്താവിൻ്റെ വാഗ്ദത്തം മുഴുവൻ പൂർത്തീകരിക്കാതെ ഞാൻ മരിക്കുകയും ചെയ്യരുത്, അപ്പോൾ നീ വരികയും ചെയ്യരുത്. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയാണ് ഇത്. നിങ്ങൾക്ക് ആപ്തവാക്യമൊന്നും അല്ല. ഞാനിങ്ങനെ എന്തൊക്കെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. എനിക്ക് യേശുവിനോട് മിണ്ടാൻ എനിക്ക് യേശുവിനോട് മിണ്ടുന്നതിനകത്ത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. ഹല്ലേലൂയ. എന്തൊക്കെ യേശുവിനോട് പറയും? എൻ്റെ യേശു അല്ലേ, എൻ്റെ അപ്പയല്ലേ. ഗ്ലോറി. ഒത്തിരി കാര്യങ്ങൾ പറയും. നീ വല്ലപ്പോഴും ഇങ്ങനെ ടാറ്റ കാണിക്കുന്ന പോലെ കാണിക്കാൻ വന്ന ആളല്ല. എൻ്റെ എല്ലാം ആണ്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. കൈകളെ ഉയർത്തി. ആമേൻ. എൻ്റെ എല്ലാം നീയേ, എൻ്റെ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ്റെ ജീവനും പ്രാണനും നീയേ. മാഴ്വോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഈ നേരം നീയാണൻ എല്ലാം എന്നുമെന്നും പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു. കൈകളെ ഉയർത്തി. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ.
ഒരിക്കൽ കൂടെ, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ ഈ നേരം. ഓ നീയാണ് എല്ലാം. കൈകളെ ഉയർത്തി ഒന്ന് പറ. എന്നും എന്നും എൻ പിതാവ്. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനാകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എന്റെ എല്ലാമെല്ലാം നീയേ, ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാമെല്ലാം നീയേ, ജീവനും പ്രാണനും. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എന്റെ എല്ലാം, എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ഓ എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. ഒന്നുകൂടെ, ഒന്നുകൂടെ. എന്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. I love you, Jesus. വാ, എത്ര നല്ല ദൈവമല്ലേ. നിങ്ങൾ എത്ര പേർ ഈ ദൈവത്തിൽ സന്തോഷിക്കുന്നു? എങ്ങനെയും വെറുതെ ജീവിച്ച് തീർത്ത് കളയേണ്ട ജീവിതമല്ല. നിന്റെ ലൈഫിലൊരു വലിയ ദൈവ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. വചനം ഇങ്ങനെ പറയുന്നു, എന്നെ ഒരു അത്ഭുതമായിട്ട് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാം നീ നിർണയിച്ചിരിക്കുന്നു. ആമേൻ. സൽപ്രവൃത്തികൾക്കായിട്ട് നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഒരു പദ്ധതിയുമില്ലാതെ നിന്നെ സൃഷ്ടിച്ചിട്ടില്ല, നിന്നെ ജനിപ്പിച്ചിട്ടില്ല, നിന്നെ അത്ഭുതമാക്കിയിട്ടില്ല. നീ ഇന്ന് പകലത് തിരിച്ചറിഞ്ഞോണം. നീ എന്തിൻ്റെങ്കിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ല, നീ ഒരു യുണീക്കാണ്. ആർക്കും പറയാൻ കഴിയാത്ത ചിലത് പറയാനും, ആർക്കും ചെയ്യാൻ കഴിയാത്തത് ചെയ്യാനും ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നീ ഒന്നിനെ പോലെ ആകാൻ നോക്കണ്ട, അത് നിനക്കാകാൻ പറ്റത്തുമില്ല. പക്ഷെ നിന്നെ ദൈവം സൃഷ്ടിച്ചൊരു പ്രത്യേക നിലയിലാണ്. നീ അതിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ രാജ്യങ്ങൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും. ഓ, ഇന്ന് ദൈവാത്മാനോട് പറയുന്നു, ദാവീദ് പറഞ്ഞ അതേ വാക്ക്, ഞാൻ നിന്റെ ദീപത്തെ കത്തിക്കും, ഞാൻ നിന്റെ ദീപത്തെ കത്തിക്കും. നിന്റെ അകത്തൊരു ദീപമുണ്ട്, ദൈവത്തിനെ കത്തിക്കാൻ പോവുക. ആരുടെ അകത്തും ഇല്ലാത്തൊരു തീ, ആരുടെ അകത്തും ഇല്ലാത്തൊരു വെളിച്ചം, ആരുടെ അകത്തും വെക്കാത്തൊരു തീ ദൈവത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഇന്നത് ദൈവം കത്തിക്കുകയാണ്. ഇന്നത് കത്തട്ടെ, ദീപ കത്തട്ടെ. നീ ദൂതേറ്റെടുത്തോ. നീ മരിക്കുന്നതിന് മുമ്പ് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത ചിലത് നീ ചെയ്തിരിക്കും. നിന്റേതായ ഒരു പ്ലേസ് നീ ഒരുക്കാൻ പോകുകയാ. നിന്റേതായ ഒരു അഡ്രസ് ദൈവം ചെയ്യാൻ പോകുകയാ. കൈ ഉയർത്തിക്കോ ദൈവമക്കളെ. എനിക്കറിയില്ല, ഇതിനകത്ത് ഭയങ്കര അഭിഷേകം വ്യാപരിക്കും. ഇതിനകത്തിരിക്കുന്ന പലരെയും നാളെ ജനം ശ്രദ്ധിക്കാൻ പോകാൻ പോവാ. പലരെയും ദൈവം യോസെഫിനെ പോലെ ഉയർത്തി നിർത്താൻ പോകുകയാ. നിന്നിൽ കത്തിയ തീക്കകത്ത്, നിന്റെ കത്തിയ ആ ദീപത്തിനകത്ത് നിന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ ദൈവത്തിലേക്ക് നടക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കാലഘട്ടങ്ങൾ തീരുന്നു. മകനെ, നീ എഴുന്നേൽക്ക്.
മകളെ നീ എഴുന്നേൽക്ക്, മതി, ദർശനം ചെയ്യാൻ സമയമായി, ശുശ്രൂഷ ചെയ്യാൻ സമയമായി. ഞാൻ ആത്മാവിൽ തുടർമാനമായി തുടരുന്ന ചില പ്രശ്നങ്ങളെ അഭിഷക്തൻ എന്ന നിലയിൽ യേശുവിന് പകരമായി ഇന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ്റെ അംബാസഡറായി നിന്ന് ചില പൈശാചിക അടിയൊഴുക്കുകളെ നിന്നിൽ നിന്നും, നിന്റെ കുടുംബത്തിൽ നിന്നും, നിന്റെ ശുശ്രൂഷയിൽ നിന്നും ഞാൻ ആത്മാവിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. നിൽക്കട്ടെ ചിലത്, നിൽക്കട്ടെ ചിലത്, നിൽക്കട്ടെ ചിലത്. നീ പുറത്തു വരാൻ പോകുകയാ, നീ പുറത്തു വരാൻ പോകുകയാണ്, നിന്റെ കുടുംബം പുറത്തു വരാൻ പോകുകയാ, നിന്റെ തലമുറ പുറത്തു വരാൻ പോകുകയാ. മതി പിശാചേ, ജനത്തെ വിട്ട് മാറ്. ഇന്നത്തെ പകൽ നിന്റെ വിടുതൽ മാത്രം ദൈവം ചെയ്യാൻ ചില ദൂതന്മാരവിടെ അയച്ചിട്ടുണ്ട്. നിന്നെ പുറത്തു കൊണ്ടുവരാൻ ചില ദൂതന്മാരെ ദൈവം നിർത്തിയിട്ടുണ്ട്. പത്രോസേ, നിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഒരു ദൂതൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇവിടെ ദൂതന്മാരുടെ സാന്നിധ്യം ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ. എന്നും കേൾക്കുന്ന ഒരു വചനം പോലെ നീ കേൾക്കരുത്. ഈ വചനം നിവർത്തിക്കുന്ന ദൂതന്മാർ ഇവിടെ ഉണ്ട്. ഈ വചനത്തെ അവന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. മതി, മതി, പ്രശ്നങ്ങളിൽ നിന്ന് മതി. നീ പുറത്തു വാ. ദർശനമുള്ളവനെ, വെളിപ്പാടുള്ളവനെ, ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും ശുശ്രൂഷകളും ചുമക്കുന്നവനെ, ചുമക്കുന്നവളെ, നീ പുറത്തു വാ, നീ പുറത്തു വാ. എസ്തേറേ, നീ പുറത്തു വാ. നിന്റെ വാക്കിൽ ഒരു രാജ്യം വിടുവിക്കപ്പെടാൻ പോകുകയാ. നിന്റെ വാക്കിൽ ഒരു തലമുറ വിടുവിക്കപ്പെടാൻ പോകുകയാ. ചരിത്രങ്ങൾ തിരിക്കുന്ന എസ്തേർമാർ ഇതിനകത്തുണ്ട്. എന്തോ ഒരു ഭയങ്കര പരിശുദ്ധാത്മാവിന്റെ ഒഴുക്ക് ഇതിനകത്ത്. ചിലർ ഇന്ന് പൊങ്ങും കേട്ടോ, ഇതിനകത്ത് ചിലർ ഇന്ന് എഴുന്നേൽക്കും കേട്ടോ. ചില യാക്കോബുമാർ എഴുന്നേൽക്കും, ചില യോസേഫുമാർ എഴുന്നേൽക്കും. ചില പൊടി തട്ടി കുടഞ്ഞ് നീ എഴുന്നേൽക്കാൻ പോകുകയാ. രട്ട് ശീല അഴിച്ച് നീ എഴുന്നേൽക്കാൻ പോകുകയാ. വചനം പറയുന്നു, ഞാൻ രട്ട് അഴിച്ച് നിന്നെ സന്തോഷം ഉടുപ്പിക്കും. നിന്റെ രട്ടുകൾ അഴിയുന്നു. ദൈവമക്കളെ, ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. ഓ ജീസസ്, ഓ മതി, മതി. നീ അമർന്നു കിടന്നത് മതി. കള്ളങ്ങൾ പൊളിയുന്നു, കള്ളങ്ങൾ പൊളിയുന്നു. ഹല്ലേലൂയ. ദൈവം എന്നോട് പറയുന്നു, കള്ളങ്ങളെ പൊളിക്കുന്നു ദൈവം. ജോസഫിന്റെ ജീവിതത്തെ തകർത്തതൊരു കള്ളമാ. ജോസഫിന്റെ ജീവിതത്തെ തകർത്തതൊരു കള്ളമാ. അതിൽ വിലയേറിയ ഒരു കള്ളം പൊത്തിപ്പേറിന്റെ ഭാര്യ പറഞ്ഞൊരു കള്ളമാ. പല കള്ളങ്ങൾ മെനഞ്ഞ് നിന്നെ പിശാച് തകർക്കാൻ നോക്കി. പക്ഷേ പിശാചെ, നിനക്ക് തെറ്റും, 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 തെറ്റും. കൈ ഉയർത്തി ആമേൻ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എല്ലാം മിറക്കിളുകൾ കണ്ടിട്ടുണ്ട്. പാസ്റ്ററെ, ഞാൻ ഈ ദൂതുകൾ എവിടെ പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ഭയങ്കര പൈശാചിക മണ്ഡലങ്ങൾ പൊളിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കള്ളം യോസേഫിനെ തകർത്തു. പക്ഷെ ദൈവം അവനെ ഉയർത്തി. നിങ്ങൾ അടുത്ത ദൂത് കേട്ടോണം. ദൈവം അവനെ ഉയർത്തി. അവൻ രാജാവിൻ്റെ ഒപ്പം ഇരിക്കുക. ഇനി അടുത്തൊരു വാക്ക് കേട്ടോണം. ഇങ്ങനെ ഉയരുമ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ ഒരു ചെറിയ സംസാരമുണ്ട്. വലിയ പുള്ളിയാണെങ്കിലും ആള് കുഴപ്പക്കാരനാ. കേട്ടില്ല? വലിയ ആളാണെങ്കിലും ആളാരാ? പൊത്തിപ്പേറിന്റെ ഭാര്യ പറഞ്ഞൊരു കള്ളത്തരം ഒരു ജനതയെ മുഴുവൻ പിന്നിട്ടേക്കുക.
അവനത് തെളിയിക്കാനും പോയില്ല. ചിലതൊന്നും നീ തെളിയിക്കണ്ട. കേട്ടില്ല? ചിലതൊന്നും നീ തെളിയിക്കാൻ നിന്ന് സമയം കളയണ്ട. അപ്പൻ തെളിയിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഒരു ജനതയിൽ മരിക്കുന്നവരെയും തൻ്റെ സത്യം തെളിയാതെയാ അവൻ മരിച്ചേ. യോസേഫ് ജീവിച്ചിരുന്നപ്പോൾ എല്ലാവരുടെ മുമ്പിൽ അവൻ്റെ കള്ളം തെളിയാതാ മരിച്ചേ. ദൈവത്തിനൊരു നീതിയുണ്ട്. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? ദൈവത്തിന്, ഉറക്കെ പറഞ്ഞേ, ദൈവത്തിന് 100 വർഷങ്ങൾക്ക് ശേഷം ഒരു മോശയോട് ദൈവം പറഞ്ഞു, നീ ഇവിടെ കയറി വാ. എന്തിനാ കയറ്റിയത്? ആമേൻ, കൽപ്പന കൊടുക്കാൻ. 40 ദിവസം അവനെ ഇരുത്തി 10 കൽപ്പനകളും 600-ലധികം ഉപകൽപ്പനകളും കൊടുത്തു. അതുമാത്രമാണോ കൊടുത്തേ? കൽപ്പന മാത്രമാണോ കൊടുത്തേ? ആ 40 ദിവസം അവിടെ ഇരിക്കുമ്പോൾ വേറെ ഒന്നോടെ എഴുതി കൈ കൊടുത്തു. ആ എഴുത്തിനകത്ത് ആദ്യത്തെ വാക്ക, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അനന്തരം അവൻ ഏദൻ തോട്ടമുണ്ടാക്കി ആദാമിനെ അവിടെ പാർപ്പിച്ചു. ആദാം പാപം ചെയ്തു, തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. നോഹ എന്നൊരു മനുഷ്യനെ കൃപ കൊടുത്തു. അവൻ്റെ കാലഘട്ടത്തിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. വെള്ളപ്പൊക്കത്തിന് ശേഷം കുറേ കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്നൊരുവനെ ദൈവം വിളിച്ചു. അബ്രഹാമിനെ ദൈവം വിളിച്ച് വർദ്ധിപ്പിച്ചു. അവൻ ഇസഹാക്കിനെ കൊടുത്തു. ഇസഹാക്കിനെ ദൈവം യാക്കോബിനെ കൊടുത്തു. യാക്കോബിനെ കൊടുത്തു കഴിഞ്ഞ് അവൻ യോസേഫ് എന്ന് പറഞ്ഞൊരു മകനെ കൊടുത്തു. എഴുതി കൊടുക്കുക. യോസെഫിനെ കുറിച്ച് എഴുതുമ്പം ഇച്ചിരി ഡീറ്റെയിലായിട്ട് അങ്ങ് എഴുതി കൊടുത്തു. അവനിങ്ങനെ അടിമ വീടായി പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ ചെന്നു. പൊത്തിപ്പേറിൻ്റെ ഭാര്യ അവനെ കയറി പിടിച്ചു. അവൻ വസ്ത്രം ഇട്ടിട്ട് ഓടിപ്പോയി. അവൻ്റെ തലമുറയിൽ എല്ലാവരും അവനെ കള്ളനെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ കള്ളനല്ലായിരുന്നു, അവളായിരുന്നു കള്ളി. ആർക്കും മനസ്സിലായില്ല? നിങ്ങൾ പതിയെ മനസ്സിലായാൽ മതി. കൈകളെ ഉയർത്താൻ പറ്റുമെങ്കിൽ ഒരു ആമേൻ. അവൻ തൻ്റെ സത്യം തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞ്, നൂറ്റാണ്ടുകൾക്ക് ശേഷം മലയുടെ മുകളിൽ കയറ്റിവെച്ച് പഞ്ചഗ്രന്ഥങ്ങൾ ദൈവം കൊടുക്കുമ്പോൾ, വലിയ വലിയ സത്യങ്ങൾ പങ്കുവെക്കുമ്പോൾ, ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും, സ്തോത്രം, ഹല്ലേലൂയ, ഈ മനുഷ്യൻ്റെ അധംപതനത്തെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും ഒക്കെ എഴുതുമ്പോൾ, ജലപ്രളയത്തെക്കുറിച്ച് എഴുതുമ്പോൾ, അബ്രഹാമിനെ വിളിയെക്കുറിച്ച് എഴുതുമ്പോൾ, ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ച് എഴുതുമ്പോൾ, യാക്കോബിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതുമ്പോൾ, യോസെഫിനെ കുറിച്ച് എഴുതുമ്പോൾ, ആ ചെറിയ സംഗതിയും ദൈവം മറച്ചു വെച്ചില്ല. ഒരു തലമുറയ്ക്ക് മറച്ചു വെച്ച കള്ളം ദൈവം അവിടെ പൊളിച്ചു. മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞു ദൈവത്തെ. ഒരു തലമുറയെ അവൻ കള്ളനെന്ന് വിശ്വസിച്ചുള്ളൂ കേട്ടോ, അവൻ തെറ്റുകാരനെന്ന് വിളിച്ചോളൂ കേട്ടോ. പക്ഷെ ഇന്ന് ഈ ഉലകത്തിൽ ജനിച്ച കോടാനുകോടി മനുഷ്യൻ, അവർക്ക് വിളിച്ചു പറയാൻ പറ്റും, യോസേഫ് കള്ളനല്ല, അവൻ തെറ്റുകാരനല്ല, അവളാണ് കള്ളി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ആരെങ്കിലും നിന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം, ആരെങ്കിലും നിന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ കൊണ്ടൊന്നും ചരിത്രം തീരത്തില്ല കേട്ടോ. 1-2 നിന്നെ മാറ്റി നിർത്തിയാൽ കോടാനുകോടി പേരെ നിന്റെ സത്യത്തെ തെളിയിച്ച് നിന്നെ പിടിച്ചുയർത്താൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ആരാധ്യൻ തന്നെ. നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയെയോ നിന്റെ ജീവിതത്തെയോ എവിടെയെങ്കിലും കള്ളത്തരങ്ങൾ പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അത് തെളിഞ്ഞിരിക്കും. കൈകളെ ഉയർത്തി യേശുവേ. ഓ ജീസസ്. ഇത്ര നല്ല ദൈവമല്ലേ? നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റുമോ?
യോസേഫ് അറിഞ്ഞില്ല എൻ്റെ സത്യം തെളിഞ്ഞോ? നോ, യോസേഫ് അറിഞ്ഞില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാം, ഇന്ന് ഇവിടെ എങ്ങാം ജീവനോടെ എങ്ങാം പൊത്തിപ്പേറിൻ്റെ ഭാര്യ വന്ന ഇടയ്ക്കെങ്കിലും നമ്മളൊരു ഞുള്ളു കൊടുത്തിരിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നല്ലൊരു ദൈവം ഉണ്ട്. കള്ളങ്ങൾ പൊളിയും, കള്ളങ്ങൾ പൊളിക്കും ദൈവം. നിന്നെ തകർക്കാൻ വേണ്ടി മെനഞ്ഞുകൂട്ടുന്ന കള്ളങ്ങൾ ദൈവം പൊളിക്കും. എനിക്കറിയത്തില്ല, ഇതിനകത്ത് പരിശുദ്ധാത്മ അങ്ങനത്തെ ഒരു അത്ഭുതം ചെയ്യുന്ന കാണിക്കുന്നു. എന്താ ഈ ദൂതന്റെ ഇവിടെ ഇറങ്ങി വന്ന് നിൽക്കുന്ന എനിക്കറിയത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിന് നന്ദി പറയാമോ? വാക്കിൽ നിർത്തുക, വാക്ക് നിർത്തുക. ഇത് കേട്ടിട്ടേ പോ. ഒരു വലിയ വിളിയുള്ളവൻ, മനുഷ്യനെ പിടിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയവൻ, നീ പാറക്കഷ്ണമെന്ന് പറഞ്ഞിറങ്ങിയവൻ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പാട് പറഞ്ഞവൻ, സഹോദരന്മാരെ ഉറപ്പിക്കുമെന്ന് പറഞ്ഞവൻ, പിന്മാറിപ്പോയി. കൂടെയുള്ളവരെല്ലാം പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. തിബര്യാസിൽ ഒരു വസ്ത്രം പോലുമില്ലാതെ കടലുടുത്ത് പിന്മാറ്റത്തിൽ കിടക്കുക. എന്നാൽ അവനെ തേടി ഇത്ര പിന്മാറിയവനെ, ഇത്ര തള്ളിക്കളഞ്ഞവനെ, ഒരു കൂട്ടത്തെ മുഴുവൻ പിന്മാറ്റത്തിൽ നയിച്ചവനെ തേടി പുലർച്ചയിൽ ഒരുവൻ തിബര്യാസിൽ കാത്തു നിൽക്കുകയാ. ഓ, എത്ര നല്ല ദൈവം! എന്താ യേശുവേ, നീ കെട്ടുഞാണ് വീണ് ചാകാൻ നിന്ന യൂദയുടെ അടുക്കൽ ചെന്നില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മോൻ്റെ പുറകെയും നീ പോയില്ലല്ലോ. പിന്നെന്തിനായി തള്ളിപ്പറഞ്ഞ, ഇട്ടിട്ട് പോയ, പിന്മാറിപ്പോയവൻ്റെ അടുക്കൽ നീ കാത്തു നിൽക്കണേ? നീ എന്താ കാത്തു നിൽക്കുന്നത്? വെറുതെ അല്ലല്ലോ നീ കാത്തു നിൽക്കുന്നത്. തീ ഒരുക്കിയും അപ്പമൊരുക്കിയും നീ എന്താ കാത്തിരിക്കുന്നേ? നിനക്കെന്താ അവനോട് മാത്രം ഇത്ര പാഷ്യാലിറ്റി? നീ എന്തിനാ അവനെ മാത്രം ഇത്ര സ്നേഹിക്കുന്നേ? അവൻ പിന്മാറ്റക്കാരനല്ലേ? അതിന് കർത്താവ് പറയും, വേറൊരു മറുപടിയുണ്ട്. അവനെ ചേർത്ത് പിടിച്ച് പറയുന്നത്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നു. ഓ കർത്താവേ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവയിലധികം എന്നെ സ്നേഹിക്കുന്നു. യെസ്, എൻ്റെ കുഞ്ഞാടിനെ മേയ്ക്ക്. എന്നാ യേശുവേ, ഞാൻ തള്ളിക്കളഞ്ഞതല്ലേ, ഇട്ടിട്ട് പോയതല്ലേ, പിന്മാറിപ്പോയതല്ലേ, എന്നിട്ടും നീ എന്താ എൻ്റെ പുറകെ? നിങ്ങൾ കേട്ടില്ലേ? എന്നിട്ടും എന്നാ എൻ്റെ പുറകെ? ഞാനാകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും എന്നെ സ്നേഹിച്ചു നീ. എന്നെ എൻ്റെ പുറകെ ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. എന്നെ ഇത്ര പുറകെ സ്നേഹം. യേശു പറയും, എനിക്കറിയാം നീ പിന്മാറിയതിൻ്റെ റീസൺ, എനിക്കറിയാം നീ പേടിച്ചതിൻ്റെ റീസൺ. സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നല്ല. എന്നോട് ഇഷ്ടമാണെന്ന് നീ അന്നേ തെളിയിച്ചത്. ആരൊക്കെ ഇട്ടിട്ട് പോയാലും ഞാൻ ഇട്ടിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ വേണ്ടി വാളെടുത്ത് വെട്ടിയവനാണ് നീ. എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നെന്ന്. പക്ഷെ നീ പിന്മാറിയതിൻ്റെ രഹസ്യം എനിക്കറിയാം. നിന്നെ ഒരു കള്ളം തകർത്തു, നിന്നെ ഒരു കള്ളം തകർത്തു. എന്താ? ഒരു വലിയ കള്ളം തകർത്തു. എന്താ കള്ളം? ഞാൻ ഉയർത്തെഴുന്നേറ്റപ്പം യഹൂദന്മാർക്കത് പിടിച്ചില്ല, അധികാരികൾക്കത് പിടിച്ചില്ല. പൈസ കൊടുത്ത് വശീകരിച്ചിട്ട് പടയാളികളെ കൊണ്ട് പറയിപ്പിച്ചു. ഞങ്ങൾ ഉറങ്ങിയ സമയത്ത് ആ കള്ളൻ, ആ പത്രോസും ശിഷ്യന്മാരും വന്ന് നിന്റെ ശരീരം എടുത്തുകൊണ്ട് പോയി. ഒരു കള്ളം ലോകം മുഴുവൻ പരന്നിരിക്കുക. നീ അത് പേടിച്ചാണ് റൂമിൽ കയറി അടഞ്ഞിരിക്കുന്ന എനിക്കറിയാം. നീ അത് പേടിച്ചാണ് പലയിടത്തും ഒളിഞ്ഞിരിക്കുന്നറിയാം. കാരണം നിന്റെ പിന്മാറ്റത്തിൻ്റെ രഹസ്യം ഒരു കള്ളമാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ കൈവിടത്തില്ല. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ.
നിന്നെ ഒതുക്കിയതും നിന്നെ പുറകോട്ട് നയിച്ചതുമൊക്കെ ഒരു കള്ളമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നെ വിടത്തില്ല. ഞാൻ പുറകെ വരും, ഞാൻ പുറകെ വരും. നിനക്ക് അപ്പം ഒരുക്കി ഞാൻ പുറകെ വരും. ചൂടുള്ള ചൂടുള്ള മീൻ ഒരുക്കി ഞാൻ പുറകെ വരും. ഒരാമേൻ പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. അവനെ പുറകെ വന്ന ആ കള്ളത്തരത്തെ പൊളിക്കാൻ അവന് ശക്തിയില്ലാത്തത് കൊണ്ട്, ആ കള്ളത്തരത്തെ പൊളിക്കാൻ അവന് ശക്തിയില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ ഒരു കാര്യം ചെയ്തു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അഗ്നിജ്വാലകൾ പോലെ പിളർക്കപ്പെട്ട നാവുകൾ അവരുടെ മേൽ പതിഞ്ഞിട്ട്, അവർ ഓരോരുത്തരുടെ മേൽ അത് വന്നിട്ട്, ഓ സ്തോത്രം, ആത്മാവ് നിറഞ്ഞിട്ട് പത്രോസ് എഴുന്നേറ്റ് നിന്ന്, യഹൂദ പുരുഷന്മാരെ, നിങ്ങൾ ക്രൂശിച്ചവരെ ദൈവം കർത്താവായി രാജാവായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയിച്ചു. ഇന്ന് യേശുവിന്റെ നാമത്തിൽ നീ എവിടെ കള്ളനിമിത്തം ഒതുങ്ങിയോ അതിന്റെ നടുവിൽ തന്നെ അഭിഷേകത്തോടെ വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ആമേൻ. ഞാൻ ഇന്ന് ഈ ദൂത് പ്രഖ്യാപിച്ച് നിർത്തുകയാണ്. നിന്റെ കള്ളങ്ങളെ പൊളിക്കാൻ ദൈവം ഒരു അഭിഷേകം തരാൻ പോകുകയാണ്. പോരാ 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 റബ ഘടതല ഘടക അതരികതല. എല്ലാവരും അല്പനിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ സ്തുതിച്ചേറ്റെടുത്തു. ഉറിബി ഘടകതരി ഘടകതനബ. എല്ലാ ശബ്ദം ഉയരട്ടെ. നിർത്തരുത് 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 നിർത്തരുത്. ഞാൻ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞാൽ നിന്റെ പേടി മാറത്തില്ല. ഞാൻ തന്ന തീ തന്നാൽ, തീ കത്തിച്ചത് കണ്ടാൽ നിന്റെ പേടി മാറത്തില്ല. ഞാൻ തരുന്ന അപ്പം തന്നാലും നിന്റെ ഭയം മാറത്തില്ല. സ്തോത്രം സ്തോത്രം. പെരുത്ത മീൻകൂട്ടം കിട്ടിയാലും നിന്റെ ഭയം മാറത്തില്ല. എന്നാൽ ഇന്ന് ഞാൻ മറ്റൊന്ന് നിന്റെ മേൽ തരാൻ പോകുകയാണ്. ഉയരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവ്, ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഭയങ്കര ഹോളി സ്പിരിറ്റിലെ കടന്നുകയറ്റം ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ വ്യാപരിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും വായികളെ തുറന്ന് 1-2 മിനിറ്റുകൾ ദൈവത്തെ സ്തുതിച്ചോ, അന്യഭാഷകൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് നിൽക്കാൻ പറ്റാത്തിടത്ത് നിന്നെ നിർത്തുന്ന ഒരു അഭിഷേകം, നിനക്ക് പോകാൻ പറ്റാത്തിടത്ത് നിന്നെ കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം, സകല കള്ളങ്ങളെ പൊളിക്കുന്ന ഒരു അഭിഷേകം ദൈവം നിനക്ക് തരികയാണ്. തല താണുപോയി ഇടത്ത് തന്നെ, തല കുനിഞ്ഞു പോയ ഇടത്ത് തന്നെ, പേടിച്ച് വിറച്ച് വീട്ടിനകത്ത് ഒളിച്ചിരുന്ന ഇടത്ത് തന്നെ, ആയിരങ്ങളുടെ നടുവിൽ, 10,000ങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്തുന്ന ഒരു ദൈവാഭിഷേകം ഇന്ന് നിന്റെ മേൽ തരുന്നു. എല്ലാവരും കൈ ഉയർത്തി അതിനെ സ്വീകരിച്ചാട്ടെ. യേശുവിൻ ഉയരട്ടെ ഉയരട്ടെ ഉയരട്ടെ. ഒരു അഭിഷേകം കൂടെ ഒഴുകും. വിടരുത് 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 വിടരുത്. ലബ റമാൻ. എനിക്കറിയില്ല, ഈ ദൂത് ഞാൻ എത്രയോ മിനിറ്റുകൾക്ക് മുമ്പേ നിർത്താനിരുന്നതാ. പക്ഷെ ഇതിവിടെ ആവർത്തിക്കുമ്പോൾ ആരെയൊക്കെയോ ദൈവം തന്റെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു. നീ എവിടെ തലകുനിച്ചോ അവിടെ തന്നെ ദൈവം നിന്നെ നിർത്തും. ആരെ പേടിച്ചോ അവിടെ മുമ്പിൽ നീ നിൽക്കാൻ പോകുകയാണ്. ആരെ പേടിച്ചോ അവർ നിന്നെ പേടിക്കാൻ പോകുകയാണ്. നീ ഇളക്കും ദേശത്തെ, നീ രാജ്യങ്ങളെ ഇളക്കും, നീ പട്ടണങ്ങളെ ഇളക്കും. ഇതാ ദൈവത്തിന്റെ ഒരു ആത്മശക്തി. ശബ്ദം ഉയർത്തിക്കേ, ശബ്ദം ഉയർത്തിക്കേ. കുഞ്ഞുങ്ങൾ സഹിതം പ്രാർത്ഥിക്കണം. 1-2 മിനിറ്റുകൾ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. കൈകളെ ഉയർത്താൻ പറ്റുന്നവർ കൈകളെ ഉയർത്തിയത് പ്രാപിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. അപവാദത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു, അപവാദത്തിന്റെ കെട്ടുകൾ പൊട്ടുന്നു, കള്ളത്തരകൾ പൊട്ടുന്നു, ഓ നുണക്കഥകൾ പൊട്ടുന്നു. നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നിന്റെ മുൻപോട്ടുള്ള ഗമനത്തിന് വിരോധമായി ഉള്ള അസൂയ കണ്ണുകൾ ഇന്ന് പകൽ പൊളിയുന്നു പൊളിയുന്നു. തീപിടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, തീപിടിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പുതിയ ബലം സ്വീകരിക്കുക, പുതിയ അഭിഷേകം സ്വീകരിക്കുക. നീ ഒളിഞ്ഞും പതുങ്ങി ജീവിക്കേണ്ടവനല്ല. ദൈവത്തിന്റെ രാജ്യങ്ങളെ മുമ്പിൽ നിർത്താൻ പോകുക. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ. ദൈവദാസന്മാരെ, ദൈവത്തിന്റെ രാജ്യങ്ങളുടെ മുമ്പിൽ നിർത്താൻ പോകുക, ജാതികളുടെ മുമ്പിൽ നിർത്താൻ പോകുക, ജനതയുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാണ്, പല അധികാരികളുടെ മുമ്പിൽ നിർത്താൻ പോകുകയാണ്. നീ ഒളിഞ്ഞിരിക്കേണ്ടവനല്ല. കള്ളം നിന്നെ ഒതുക്കിയെങ്കിൽ, ഒളിപ്പിച്ചെങ്കിൽ, ഓ ദൈവത്തിന്റെ അഭിഷേകം.
എല്ലാവരും ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. ശബ്ദമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ പുറത്തു വരുന്നു യേശുവിന്റെ നാമത്തിൽ. മതി മതി മതി. ഞാൻ ആത്മാവിൽ കാണുന്നു ചിലർ പുറത്തോട്ട് വരികയാണ്. ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ ദൂതിന്റെ മുമ്പിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ കെട്ടപ്പെട്ടവരെല്ലാം ഇന്ന് ഞാൻ പുറത്തു കൊണ്ടുവരുന്നു. ഇങ്ങനെ തകർന്നു പോയവരെല്ലാം ഞാൻ ഈ വചനം ചൊല്ലി പുറത്തു കൊണ്ടുവരുന്നു. നീ ഒതുങ്ങേണ്ടവനല്ല, നീ ഒളിച്ചിരിക്കേണ്ടവനല്ല, നീ പതുകിയിരിക്കേണ്ടവനല്ല. നിന്നെ തകർത്ത കള്ളങ്ങൾ പൊളിയുന്നു. ദേശത്തൊക്കെയും നിന്നെക്കുറിച്ചുള്ള ശ്രുതി പരക്കാൻ പോകുക. അപമാനത്തിന്റെ ശ്രുതിയല്ല, അപവാദത്തിന്റെ ശ്രുതിയല്ല, ഒരു മാന്യതയുടെ ശ്രുതി. ഒരാമയം പറഞ്ഞാട്ടെ. റബലവന ഹാമാനെ കയറ്റി ഇരുത്തി പട്ടണം മുഴുവനും രാജ്യം മുഴുവനും മൊർദെഖായിയെ കുറിച്ച് പറയിപ്പിച്ച ദൈവം. ആമേൻ പറയാനുള്ളവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. പിതാവേ, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഈ വചനം കേട്ടോണ്ടിരിക്കുകയായിരുന്നു ജനം. ഞാൻ ആത്മാവിൽ കണ്ടു ഒത്തിരി പേരെ ഈ വചനം തൊടുന്നത്. പലരെയും ലിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പലരെയും ഷിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പലരുടെ മേലും വലിയ നിയോഗം പകരുന്നത് കണ്ടു. ആയുസ് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ആരോഗ്യം കൊടുക്കുന്നത് ഞാൻ കണ്ടു. സമ്പത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടു. ഉയർച്ച കൊടുക്കുന്നത് ഞാൻ കണ്ടു. മാന്യത വരുന്നത് ഞാൻ കണ്ടു. കള്ളത്തരങ്ങൾ പൊളിക്കുന്നത് ഞാൻ കണ്ടു. ചൈതന്യം വരുന്നത് ഞാൻ കണ്ടു. അഭിഷേകത്തെ പകരുന്നത് ഞാൻ കണ്ടു. ഈ തീ പിടിച്ചവർ വീട്ടിലേക്ക് പോട്ടെ, അവർ ജോലി സ്ഥലങ്ങളിലേക്ക് പോകട്ടെ, അവർ കുടുംബങ്ങളിലേക്ക് പോകട്ടെ, അവരുടെ ശുശ്രൂഷ ഇടങ്ങളിലേക്ക് പോകട്ടെ. അവർ തീ പിടിച്ച് നടക്കട്ടെ കർത്താവേ. അവരെ ഉണർത്തി ഞാൻ വിടുകയാണ്. അവരുടെ വിലാപത്തെ ദീർഘമാക്കി പ്രാർത്ഥിക്കുന്നു. രട്ടിനെ ഞാൻ അഴിച്ച് സന്തോഷം ഉടുപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഃഖകാലങ്ങളെ മാറ്റി സന്തോഷകാലങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ദർശനം ചെയ്യാനുള്ള അഭിഷേകം, ദർശനം ചെയ്യാനുള്ള പണം, ദർശനം ചെയ്യാനുള്ള അധികാരം, ദർശനം ചെയ്യാനുള്ള ജ്ഞാനം, ദർശനം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ജനത്തിന്റെ മേൽ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകളെ ഉയർത്തിയാട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ആമേൻ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. 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 യേശുവിൻ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നീ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ വചനം എൻ്റെ വചനമാകയാൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആരോഗ്യമായി അനുഗ്രഹിക്കുന്നു, സാമ്പത്തികമായി അനുഗ്രഹിക്കുന്നു, ശുശ്രൂഷയിൽ അനുഗ്രഹിക്കുന്നു, ദൈവകൃപയിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളാൽ നിറയട്ടെ. എല്ലാ മഹത്വം, മാനം, പുകഴ്ച, ആരാധന യേശുവിന്, യേശുവിൻ നാമത്തിൽ തന്നെ.